Hello everyone, welcome to Sagari. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് കെമിക്കൽ പ്രിസർവേറ്റീവ്സിനെ കുറിച്ചാണ്. വളരെ ചെറിയ ഒരു ടോപ്പിക്കാണ്. ഫുഡ് അഡിറ്റീവ്സിൻ്റെ അകത്ത് തന്നെ വരുന്ന ഒരു പോർഷനാണ് കെമിക്കൽ പ്രിസർവേറ്റീവ്സ് എന്ന് പറയുന്ന ഒരു പോർഷൻ. അപ്പോൾ കെമിക്കൽ പ്രിസർവേറ്റീവ്സ് പറയുമ്പോൾ ഭയങ്കര കാര്യങ്ങളൊന്നും പറയാനില്ല, പക്ഷേ കുറച്ച് മെയിനായിട്ട് നോക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ജനറൽ ആയിട്ടുള്ള ഒരു 12 ടൈപ്സ് ഓഫ് കെമിക്കൽ പ്രിസർവേറ്റീവ്സ്. അപ്പോൾ അത് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, ഏത് ഫുഡ് ഓർഗാനിസത്തിനകത്താണ് ആക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം മാത്രമാണ് ജനറൽ ആയിട്ട് ഇതിൻ്റെ അത് നോക്കാനുള്ളത്. പിന്നെ ഏതൊക്കെ കെമിക്കൽ ഫോംസ് ആണ് അതിൽ യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. അങ്ങനെ അത്രയും കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. കുറച്ച് ബൈ ഹാർട്ട് ചെയ്യുന്ന ടൈപ്പിലുള്ളതാണ്, കൺസെപ്റ്റ്സ് അല്ല, ബൈ ഹാർട്ട് ചെയ്യുന്ന ടൈപ്പിലുള്ള പോയിന്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൻ്റെ അത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് കെമിക്കൽ പ്രിസർവേറ്റീവ്സ്? Chemical preservatives അല്ലെങ്കിൽ preservatives എന്താണ് ജനറലി ആദ്യം preservatives is defined as any substance which is capable of inhibiting, retarding or arresting the growth of microorganisms. ഒന്നെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഇപ്പൊ preservatives നമുക്ക് ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ തന്നെ എന്തിനാണ്? ഫുഡിനെ പ്രിസർവ് ചെയ്ത് വെക്കാൻ. അപ്പം ആ ഫുഡിനെ പ്രിസർവ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ യൂസ് ചെയ്യുന്നതിന് മൂന്ന് തരത്തിൽ നമുക്ക്, അല്ലെങ്കിൽ 3 ടൈപ്പിൽ നമുക്ക്, അല്ലെങ്കിൽ 3 വ്യൂസിൽ നമുക്കതിനെ നോക്കാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫുഡിന് മെയിൻ ആയിട്ട് വരുന്നത്, ഫുഡ് സ്പോയിലേജ് വരുന്നത് എന്തുകൊണ്ടാണ്? മൈക്രോ ഓർഗാനിസംസ് കാരണമാണ്, അല്ലെങ്കിൽ മൈക്രോബ്സ് കാരണമാണ്. ഏത് ഫംഗസ്, പൂപ്പിലൊക്കെ വരാം, അല്ലെന്നുണ്ടെങ്കിൽ ബാക്ടീരിയയുടെ ഗ്രോത്ത് കാരണം ഫുഡിന്റെ ടേസ്റ്റ് മൊത്തത്തിൽ അതൊരു ബയോഡിഗ്രേഡ് ചെയ്ത്, മൈക്രോബിന്റെ ആക്ടിവിറ്റീസ് കാരണം തന്നെ അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് സ്പോയിൽ ചെയ്ത് പോവാം. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെന്താണ്? ഇതിന്റെ തന്നെ ന്യൂട്രിയൻസ്, ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണല്ലോ, ഫുഡ് അല്ലേ. അപ്പൊ നമ്മൾ കുറെ കഴിയുമ്പോൾ എന്ത് പറ്റും? അതാണെന്നുണ്ടെങ്കിൽ അഴുക്കായി പോവും. അപ്പൊ അങ്ങനെയുള്ള കേസസിൻ്റെ അകത്ത് ആ ന്യൂട്രീഷണൽ ക്വാളിറ്റി ഒക്കെ നഷ്ടപ്പെട്ടു പോകും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ പ്രിസർവ് ചെയ്ത് വെക്കുന്നതിനാണ് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നത്? പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുന്നത്. അപ്പം ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഫുഡ് അഡിറ്റീവ്സ്. നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്ന അഡിറ്റീവ്സിൻ്റെ അകത്തുള്ള ഒരു ഗ്രൂപ്പാണ് കെമിക്കൽ പ്രിസർവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രിസർവേറ്റീവ്സ്? ദേ ആർ ഡിഫൈൻഡ് ആസ് എനി സബ്സ്റ്റൻസ് വിച്ച് ഈസ് കേപ്പബിൾ ഓഫ് ഇൻഹിബിറ്റിംഗ് മൈക്രോ ഓർഗാനിസംസ് ഗ്രോത്ത്. മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് വെക്കുന്ന, ഒന്നി അത് തടഞ്ഞു വെക്കുന്ന, അല്ലെങ്കിൽ ആ ഗ്രോത്തിനെ സ്റ്റോപ്പ് ചെയ്ത് വെക്കുന്ന സബ്സ്റ്റൻസുകളാവാം. അല്ലെന്നുണ്ടെങ്കിൽ ഓഫ് എനി ഡിറ്റോറിയേഷൻ ഓഫ് ഫുഡ് ഡ്യൂ ടു മൈക്രോ ഓർഗാനിസംസ്. മൈക്രോ ഓർഗാനിസംസ് കാരണം ഫുഡിനുണ്ടാകുന്ന ഡിറ്റീരിയേഷൻ, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ആ ഒരു ഡീഗ്രഡേഷനെ, അല്ലെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഡൗൺ, അതിൻ്റെ ആ ഒരു ചീത്തയായി പോകുന്നതിന്, മൈക്രോബ്സ് കാരണം ഫുഡിനുണ്ടാകുന്ന സ്പോയിലേജിനെ സ്റ്റോപ്പ് ചെയ്യുന്നവരാണ്. 2 കാര്യം പറഞ്ഞാൽ, ഒന്ന് മൈക്രോബ്സിനെ തന്നെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ മൈക്രോബിൽ ആക്ഷനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇപ്പൊ രണ്ടാമത്, അല്ലെന്നുണ്ടെങ്കിൽ ഓർ ഓഫ് മാസ്കിംഗ് ദ എവിഡൻസ് ഓഫ് സച്ച് ഡിറ്റീരിയേഷൻ. കാരണം മൈക്രോബ്സ് ഫുഡിനെ യൂസ് ചെയ്യുന്ന കാരണം, അല്ലെങ്കിൽ മൈക്രോബിൽ സ്പോയിലേജ് കാരണം, ഫുഡ് സ്പോയിലേജ് കാരണം നമുക്ക് ഏതൊർ അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരാം, അല്ലെന്നുണ്ടെങ്കിൽ ആ പ്രോട്ടീൻസ് ബ്രേക്ക് ഡൗൺ ആയി പോകാം, അല്ലെന്നുണ്ടെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സിന് ചേഞ്ചസ് ഉണ്ടാക്കാം. അങ്ങനെ പലതരത്തിലായിരിക്കും ആക്ഷൻ ഫുഡിൻ്റെ അകത്ത് നടക്കുന്നത്. ആ ഫുഡ് എവിഡൻസ്, അതിപ്പോൾ മെയിൻ ആയിട്ടൊരു സ്മെല്ലുണ്ടാകും, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ പല ഫുഡ് സ്പോയിലേജ് പഠിക്കുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് അതിന് സ്പോയിലേജ് നടക്കുന്നതെന്ന് പഠിക്കുന്നുണ്ടല്ലോ. അപ്പം ആ ഉള്ള കാര്യങ്ങളെ അതിനെ മാസ്ക് ചെയ്യുന്നതാവാം. ഇപ്പോൾ 3 തരത്തിലുള്ള ആക്ഷനാണ് എന്ത് നടത്തുന്നത്? കെമിക്കൽ പ്രിസർവേറ്റീവ്സ് നടത്തുന്നത്. ദെൻ കെമിക്കൽ പ്രിസർവേറ്റീവ്സ് ഏതൊക്കെ തരത്തിലാവാം? നാച്ചുറൽ പ്രിസർവേറ്റീവ്സ് ആകാം, അല്ലെന്നുണ്ടെങ്കിൽ സിന്തറ്റിക് പ്രിസർവേറ്റീവ്സ് ആവാം. കെമിക്കൽ പ്രിസർവേറ്റീവ്സ് ആണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പണ്ട് മുതലേ യൂസ് ചെയ്ത് വരുന്ന പ്രിസർവേറ്റീവ്സ് ആണ് സോൾട്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഷുഗറൊക്കെ. പണ്ട് മുതലേ നമ്മൾ ഉപ്പിട്ട് വെക്കും. മനുഷ്യർ കുറച്ച് സിവിലൈസേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ എന്ത് ചെയ്തു? വിന്റർ അങ്ങനെയുള്ള അഡ്വേഴ്സ് കണ്ടീഷൻസ് വരുമ്പം ഫുഡിനെ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ആവശ്യം വന്നു. അപ്പോൾ ഫുഡിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള പ്രിസർവേറ്റീവ്സ് പണ്ട് മുതലേ യൂസ് ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് ഉപ്പിട്ട് വെക്കുക, സോൾട്ട് ചെയ്ത് വെക്കുക. പിക്കിൾസ് എല്ലാം ഒരു തരത്തിലുള്ള പ്രിസർവേഷൻ മെത്തേഡ്സ് ആണ്. അപ്പം അങ്ങനെ നാച്ചുറൽ പ്രിസർവേറ്റീവ്സ് ഉപയോഗിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ സിന്തറ്റിക് പ്രിസർവേറ്റീവ്സ് ഉപയോഗിക്കാം. അപ്പോൾ 2 തരത്തിലുള്ള, മെയിനായിട്ട് ഈ 2 ക്ലാസിഫിക്കേഷനാണ് പറയുന്നത്, നാച്ചുറൽ പ്രിസർവേറ്റീവ്സ് അല്ലെങ്കിൽ സിന്തറ്റിക് പ്രിസർവേറ്റീവ്സ്. ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ കെമിക്കൽ പ്രിസർവേറ്റീവ്സ് ആർ ജനറലി ആഡഡ് ആഫ്റ്റർ ദ ഫുഡ്സ് ആർ പ്രോസസ്ഡ്. നമ്മൾ ഫുഡ് ഉണ്ടാക്കിയതിന് ശേഷമാണ് ജനറലി കെമിക്കൽ പ്രിസർവേറ്റീവ്സ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ. എന്താണ് പ്രിസർവേറ്റീവ്സ് 2 ടൈപ്പിലുണ്ട് എന്നുള്ള കാര്യം. ഇതാണ് മെയിൻ ആയിട്ട് ഇതിനകത്ത് നോക്കാവുള്ളത്.
ഇനി നമുക്ക് ഓരോ ജനറലായിട്ട് നമ്മളിപ്പം അവൈലബിൾ ആയിട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ജനറലി അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫെമിലിയർ ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള കുറേ പ്രിസർവേറ്റീവ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ ഉപ്പ്, NaCl. ചിരപുരാതന കാലം മുതലേ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രിസർവേറ്റീവാണ് സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ. അപ്പം ഇറ്റ് ഇൻഹിബിറ്റ്സ്, അതെങ്ങനെ ആക്ഷൻ ഞാൻ പറഞ്ഞു, എല്ലാ പ്രിസർവേറ്റീവും എങ്ങനെ ആക്ട് ചെയ്യുന്നു, ഏതൊക്കെ ഫുഡ്സിൽ ജനറലി ആക്ട് ചെയ്യുന്നു, ഇതൊക്കെയാണ്. പിന്നെ ചിലതിനകത്ത് വരുമ്പം ഡിഫറെൻറ്റ് ഫോംസും കൂടെ നമ്മൾ പഠിക്കും, അത്രയും കൂടെ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഓരോ പ്രിസർവേറ്റീവിനെ കുറിച്ച് ഒരു ടേബിൾ ആക്കി വല്ലതും പഠിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, ഒരു ടേബിൾ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ക്ലാസ്സിനെ നമുക്ക് ഒറ്റ ടേബിളിൽ നിർത്താം, അത്രയേ ഉള്ളൂ. അപ്പം എന്താ ചെയ്യുന്നത്, സോൾട്ട് ആഡ് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത്, നമ്മൾ പൊതുവെ പല കാര്യങ്ങൾക്ക് ഉപ്പിടാറുണ്ട്. എന്തിനാ ഉപ്പ് ആഡ് ചെയ്യുന്നത്, ടേസ്റ്റിനല്ല, അല്ലാതെ പ്രിസർവേഷൻ ആയിട്ട് നമ്മൾ എന്തിനാ ഉപ്പ് ആഡ് ചെയ്യുന്നത്. ഇറ്റ് ഇൻഹിബിറ്റ്സ് മൈക്രോബിയൽ ഗ്രോത്ത് ആൻഡ് ഇന്റർഫിയേഴ്സ് വിത്ത് ദ ആക്ഷൻ ഓഫ് പ്രോട്ടിയോളിറ്റിക് എൻസൈം. മൈക്രോബിയൽ ഗ്രോത്തിനെ സ്റ്റോപ്പ് ചെയ്യുന്ന മാത്രമല്ല, പ്രോട്ടിയോളിറ്റിക് എൻസൈംസിന്റെ ആക്ഷനെയും ഇൻഹിബിറ്റ് ചെയ്യും. മെയിൻ ആയിട്ട് ഈ 2 കാര്യം. അതെങ്ങനെയാണ് മൈക്രോബിയൽ ഗ്രോത്ത് എങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻഹിബിറ്റ് ചെയ്യുന്നത്, ഇറ്റ് ഈസ് എ ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആണ്. ഉപ്പ് എന്താണ് അതിന്, ഉപ്പ് നമ്മൾ ഓസ്മോസിന്റെ ഒരു പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ചു ഓർക്കുന്നുണ്ടോ, ഒരു 2 സൊല്യൂഷൻ്റെ അകത്ത്. അപ്പം അതിൻ്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പൊതുവെ പറഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് 3 തരത്തിലുള്ള സൊല്യൂഷൻസ് ഉണ്ട്. ഹൈപ്പർടോണിക് സൊല്യൂഷൻ, ഐസോടോണിക്. ഹൈപ്പർടോണിക് എന്ന് പറയുമ്പോഴത്തേന് എന്താണ്, കൂടുതൽ സൊല്യൂട്ട് ആഡ് ചെയ്തതാണ് ഹൈപ്പർടോണിക്. ഹൈപ്പർടോണിക് ഈക്വൽ എമൗണ്ട് വരുന്നതന്നെ നമ്മൾ ഐസോടോണിക് എന്ന് പറഞ്ഞു. ദെൻ കമ്പാരിറ്റീവ്ലി വാട്ടറിന്റെ സൊല്യൂട്ടിന്റെ അളവ് കുറവും സോൾവെന്റ് അളവ് കൂടുതലും ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഹൈപ്പോടോണിക്. ഇപ്പൊ ഈ 3 തരത്തിലുള്ള സൊല്യൂഷൻസിന്റെ അകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു റേസിൻസോ അങ്ങനെ എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസിനെ, സെൽസോ എന്തെങ്കിലും ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 3 തരത്തിലുള്ള ആക്ഷനാണ് സംഭവിക്കുന്നത്. ഐസോട്ടോണിക്കിന്റെ അകത്ത് എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി സെല്ലിന്റെ അകത്തും പുറത്തും ഒരേ തരത്തിലുള്ള ഓസ്മോട്ടിക് പ്രഷർ ആണെന്നുണ്ടെങ്കിൽ ഓസ്മോട്ടിക് പ്രഷർ ആണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഐസോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഹൈപ്പർടോണിക്കിന്റെ അകത്ത് എന്താ, ഈ സൊല്യൂഷന്റെ അകത്താണ് ഓസ്മോട്ടിക് പ്രഷർ കൂടുതൽ, സോൾവെന്റിന്റെ അളവ് കൂടുതലായതുകൊണ്ട് ഈ ഒരു സൊല്യൂഷന്റെ അകത്താണ് നമ്മൾ സെല്ലിനെ ഇടുന്നതെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, വാട്ടറിന്റെ അളവ് നമ്മുടെ സെല്ലിന്റെ അകത്തായിരിക്കും കൂടുതലുള്ളത് കമ്പാരിറ്റീവ്ലി. അപ്പൊ എന്ത് ചെയ്യും, ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിൽ സോൾവെന്റിന്റെ മൂവ്മെന്റ് ഉണ്ടാവും. നോക്കണം, മൂവ് ചെയ്യുന്നത് സൊല്യൂട്ട് അല്ല, സോൾവെന്റ് ആണ്. വാട്ടർ പാർട്ടിക്കിൾസ് ആണ് മൂവ് ചെയ്യുന്നത്, സോൾവെന്റ് ആണ് മൂവ് ചെയ്യുന്നത്. അപ്പം ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക്. ഇനി സൊല്യൂട്ടിനെ വെച്ച് പറയുമ്പോഴാണ് സൊല്യൂട്ടിന്റെ ലോവർ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലേക്ക് മൂവ് ചെയ്യുന്നുള്ളത്. അപ്പൊ ഏതിനെ വെച്ച് പറയുന്നു എന്നുള്ളത് കാര്യം നോക്കണം. അപ്പൊ എന്ത് സംഭവിക്കുന്നത്, ഇപ്പൊ നമ്മളിവിടെ സെല്ലിനെ ആഡ് ചെയ്യുകയാണെങ്കിൽ സെല്ലിന്റെ അകത്തുള്ള വെള്ളം എല്ലാം എന്ത് പറ്റും, ഈ പുറത്തേക്ക് വരും ഓസ്മോസിസ് കാരണം. ഈ ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ നടക്കുമ്പോഴത്തേന് എന്താ സംഭവിക്കുന്നത്, ഡീഹൈഡ്രേഷൻ ഉണ്ടാവും. എന്ത് പറ്റും, വാട്ടർ എല്ലാം ഹൈ സോൾട്ട് ആഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, സറൗണ്ടിങ്സിൽ സോൾട്ടിന്റെ അളവ് സോൾട്ട് അല്ലെങ്കിൽ സൊല്യൂട്ടിന്റെ അളവ് കൂടുമ്പം അകത്തുള്ളത് വെള്ളം പുറത്തേക്ക് പോകും. അപ്പം അതെന്ത് പറ്റും, ഷ്രിങ്ക് ചെയ്ത് പോകും, വാട്ടറിന്റെ ലോസ് ഉണ്ടാവും, ഡീഹൈഡ്രേഷൻ നടക്കും. ഈ ഒരു കേസാണ് നടക്കുന്നത്. അപ്പൊ മൈക്രോബ്സ് അവിടെ വന്നാൽ എന്ത് സംഭവിക്കും, സെയിം മൈക്രോബ്സിന്റെ അകത്തുള്ള വാട്ടർ എല്ലാം പുറത്തേക്ക് പോകും. അവിടെ എന്ത് പറ്റും, ഡീഹൈഡ്രേറ്റഡ് ആവും. അതിൻ്റെ അകത്തുള്ള പ്രോട്ടീൻസ്, അയോണിക് സ്ട്രെങ്ത് എല്ലാം ചേഞ്ച് ചെയ്തിട്ട് പ്രോട്ടീൻസ് എല്ലാം ഡീഗ്രേഡ് പോവുകയും അല്ലെന്നുണ്ടെങ്കിൽ ഹൈഡ്രോലൈസ് ചെയ്ത് പോവുകയൊക്കെ ചെയ്യും. ഇനി അടുത്തൊരു കൺസെപ്റ്റ് ഇതിന്റെ കൂടെ തന്നെയാണ്, വാട്ടറിനെ ഇങ്ങനെ നമ്മൾ ഡീഹൈഡ്രേറ്റ് ചെയ്തില്ലെങ്കിൽ വാട്ടർ കുറച്ചു എന്നുണ്ടെങ്കിൽ ഉള്ള പ്രയോജനം എന്താ, നമ്മൾ പലതരത്തിലുള്ള മൈക്രോബിയൽ പ്രോപ്പർട്ടീസ്, പാരാമീറ്റേഴ്സ്, എക്സ്ട്രിൻസിക് പാരാമീറ്റേഴ്സ്, ഇൻട്രിൻസിക് പാരാമീറ്റേഴ്സ്, ഗ്രോത്ത് പാരാമീറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ മോയ്സ്ചർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വാട്ടർ എന്ന് പറയുന്നത് മൈക്രോബിയൽ മെറ്റബോളിസത്തിന് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. മൈക്രോബ്സിന് മാത്രമല്ല നമുക്കാണെന്നുണ്ടെങ്കിലും വാട്ടർ ഇല്ലാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പല പ്രോബ്ലംസ് ഉണ്ടാവുമല്ലോ. അപ്പം അതേ കണക്ക് തന്നെയാണ് വാട്ടറിൻ്റെ ആക്ടിവിറ്റി കുറയ്ക്കണം. വാട്ടർ ലോസ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ടർ ആക്ടിവിറ്റി കുറയും, ഗ്രോത്തിനെ അത് ഇൻഹിബിറ്റ് ചെയ്യും. സെയിം പ്രിൻസിപ്പിളാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പം എന്താ സംഭവിച്ചത്, വേറൊന്നുമില്ല,
ഇതൊക്കെ അഡീഷണൽ പോയിന്റ്സ് ആ ഒരു കണക്ട് ചെയ്യാനായിട്ട് എന്താ ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞേ ഉള്ളൂ. ജനറൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സോഡിയം ക്ലോറൈഡ് ആഡ് ചെയ്യുമ്പോൾ ഡീഹൈഡ്രേഷൻ ഉണ്ടാവും, മൈക്രോബിയൽ ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യും, കൂടെ തന്നെ അതർ പ്രോട്ടിയോളിറ്റിക് എൻസൈംസിനെ എല്ലാം അത് ബ്ലോക്ക് ചെയ്യും, അതിന്റെ ആക്ഷൻസിനെ എല്ലാം ബ്ലോക്ക് ചെയ്യും. Then it is also used to control microbial population in foods such as butter, cheese, cabbage, olives, cucumbers, meats, fish and bread. ഏതൊക്കെ ഫുഡ് ഐറ്റംസിൻ്റെ അകത്താണ് ജനറലി ഇത് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതൊരു പോയിന്റ്, ഫസ്റ്റ് പോയിന്റ്, ഇത് സെക്കൻഡ് പോയിന്റ്. മെയിൻ ആയിട്ട് ഈ 2 പോയിന്റാണ് നോക്കുന്നത്. എല്ലാത്തിൻ്റെ അകത്തും ഈ 2 പോയിന്റാണ് നോക്കാനുള്ളത്. അപ്പൊ ഏതിൻ്റെ അകത്തൊക്കെ യൂസ് ചെയ്യുന്ന ബട്ടറാണ്, സോൾട്ടഡ് ബട്ടറും സോൾട്ടഡ് ചീസും ഒക്കെ ഉണ്ട്. അതേ കണക്കിന് ക്യാബേജിന് സോൾട്ട് ചെയ്ത് വെക്കും. ഏത് ഏഷ്യൻ കൺട്രി ആണെന്ന് മറന്നുപോയി, കൊറിയൻസോ ജാപ്പനീസോ ആരോ ഒരാള്, അവരാണെങ്കിൽ കിംചി ഒരു ക്യാബേജിൻ്റെ അകത്ത് ഇങ്ങനെ സോൾട്ട് ചെയ്ത് വെക്കുന്നത് ഫുഡായിട്ട്, ഈ ഫെർമെന്റ് ചെയ്തത് ഫുഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് എന്തിനാണ്? ഈ ഒരു പ്രിസർവേറ്റീവ് മെത്തേഡാണ്. ദെൻ ഒലിവ്സും പിക്കിൾസ് ആയിട്ട് സോൾട്ട് ചെയ്ത് സൂക്ഷിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് കുക്കുംബേഴ്സ്, മീറ്റ് ഫിഷും ഒക്കെ നമുക്ക് പണ്ട് മുതലേ സോൾട്ട് ചെയ്ത് യൂസ് ചെയ്യുന്നതാണ്. ഉണക്ക മീനെല്ലാം ഇത് തന്നെയാണ് ചെയ്യുന്നത്. ദെൻ ആൻഡ് ബ്രെഡ്, ഇതെല്ലാം നമുക്ക് സോൾട്ട് ചെയ്ത് യൂസ് ചെയ്യാം. ദെൻ അഡീഷണൽ ആയിട്ടൊരു പോയിന്റ് ആണ്, ദ ടേം ബ്രൈൻ is used to denote the percentage of NaCl in water phase of a food. നമ്മൾ വാട്ടറിൻ്റെ അകത്ത് നമ്മൾ ആ സൊല്യൂഷൻ ആയിട്ട്, സോൾട്ടിനെ സൊല്യൂഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നതിനാണ് ബ്രൈൻ എന്ന് പറയുന്നത്, ബ്രൈൻ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു അഡീഷണൽ പോയിന്റ്, എന്താണ് ബ്രൈൻ സൊല്യൂഷൻ എന്ന്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അതും ഇതും എന്താ പണ്ട് മുതലേ നമ്മൾ യൂസ് ചെയ്യുന്ന അടുത്ത ഒരു പ്രിസർവേറ്റീവ് ആണ് ഷുഗർ എന്ന് പറയുന്നത്. നമ്മൾ എന്താണ് ജാമായിട്ട്, ഫ്രൂട്ട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സുഗർ സൊല്യൂഷൻ്റെ അകത്തിട്ട് ജാമായിട്ടും അല്ല പ്യൂരീസ് ആയിട്ടും ഒക്കെ അതിൻ്റെ ഒരു കോൺസെൻട്രേറ്റഡ് ആയിട്ടൊക്കെ നമ്മൾ അതിനെ പ്രിസർവ് ചെയ്ത് വെക്കും. അപ്പോൾ അതാണ് ഷുഗർ. സെയിം ഓസ്മോട്ടിക് പ്രഷറിൻ്റെ അല്ലെങ്കിൽ ഓസ്മോട്ടിക് പ്രഷർ പ്രിൻസിപ്പിളാണ് ഇവിടെയും വരുന്നത്. ദ ഹൈ ഓസ്മോട്ടിക് പ്രഷർ ഓഫ് ഷുഗർ creates conditions that are unfavorable for the growth and reproduction of most species of bacteria, yeast and molds. ഇനി അടുത്ത ഒരു കാര്യം, ഈ ഒരു കാര്യം കൂടെ നോക്കണം. ഏത് ഓർഗാനിസത്തിനാണ്, ഞാൻ ആ ഒരു പോയിന്റ് വിട്ടുപോയി, ഏത് ഓർഗാനിസത്തിനൊക്കെയാണ് ഇത് മെയിൻലി പ്രിവെന്റ് ചെയ്യുക എന്നുള്ളത്, ഏതൊക്കെ നിന്നൊക്കെ നമുക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടും എന്നുള്ളത്. സോൾട്ട് ആണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ മൈക്രോബ്സിൽ നിന്നും ഒരു ഇത് കിട്ടും, വൈറസസ് നിന്നും നോ, ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ഇതിൽ നിന്നും നമുക്ക് പ്രിസർവേഷൻ കിട്ടും. പക്ഷെ വൈറസസ് അങ്ങനെ ഫുഡ് പാർട്ടിക്കിൾസിൻ്റെ അകത്ത് അധിക നാൾ ജീവിച്ചിരിക്കത്തില്ല. കാരണം അതിൻ്റെ ഔട്ട്സൈഡ് ഓഫ് ബോഡി വൈറസസിനുള്ള ടൈം പീരീഡ് എപ്പോഴും കുറവാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഫുഡിൻ്റെ അകത്ത് നമ്മൾ അങ്ങനെ വൈറസസിനെ യൂസ് ചെയ്ത് നോക്കാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് ഓഫ് ലിവിങ് ഓർഗാനിസംസ് വൈറസിന് അധികം എന്തില്ല, ലൈഫില്ല. സോ അത് നോക്കിയാൽ മതി. ബാക്കി എല്ലാ മൈക്രോബ്സിൽ നിന്നും നമുക്ക് എന്ത് കിട്ടും? പ്രൊട്ടക്ഷൻ കിട്ടും. Then the preservative action of common sugar can be improved by the use of invertase enzyme. Invertase enzyme നെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. എന്താണ് ഇൻവെർട്ടേസ് എൻസൈം? ഷുഗറിനെ അല്ലെങ്കിൽ സൂക്രോസിനെ ഗ്ലൂക്കോസ് ഫ്രക്ടോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന എൻസൈമാണ് ഇൻവെർട്ടേസ്. അപ്പം ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ മോണോമർ ആണ്, സൂക്രോസ് ഡൈസാക്രൈഡ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാലോ, എല്ലാവരും ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞാൽ ഗ്ലൂക്കോസ് ആണെന്നുണ്ടെങ്കിൽ മോണോമറിക് ഫോമാണ്, നമ്മുടെ സെൽസിൻ്റെ അകത്തോട്ട് പെട്ടെന്ന് പെർമീറ്റ് ചെയ്ത് ഇറങ്ങുന്ന ഫോമാണ് ഗ്ലൂക്കോസ് ഫോം എന്ന് പറഞ്ഞാൽ. കമ്പയർ ടു അതർ ഷുഗേഴ്സ്, അതർ പോളിസാക്രൈഡ്സിനൊക്കെ വയ്ക്കും. കാരണം മോണോമർ ആയതുകൊണ്ട് പെട്ടെന്ന് പെർമിബിൾ ആണ്. അപ്പോൾ എന്താണ് മൈക്രോബ്സിൻ്റെ കേസിലും അവർ യൂസ് ചെയ്യുന്നത് ഏതിനെയാണ്? ഗ്ലൂക്കോസിനെയാണ്. ഓസ്മോട്ടിക് പ്രഷർ ഡിഫറൻസ് വരണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ആ ഒരു കേസ് വരുമ്പോഴും ഈ ഹൈ ലാർജ് ബൾക്കായിട്ട് ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഓസ്മോട്ടിക് പ്രഷർ ചേഞ്ച് വരത്തില്ല. എന്തുകൊണ്ടാണ് പ്ലാന്റ്സും ആനിമൽസും ഒക്കെ അല്ലെങ്കിൽ മെയിൻ ആയിട്ട് പ്ലാന്റ്സ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനായിട്ട് സ്റ്റാർച്ച് ഫോമിനെ യൂസ് ചെയ്യുന്നത്? സ്റ്റാർച്ച് ഫോമിലായിട്ട് ഇതൊക്കെ ഗ്ലൂക്കോസിനെ എങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ പോരെ? ഫോട്ടോസിന്തസിനായിട്ടോ അങ്ങനെയുള്ളതൊക്കെ കിട്ടിയ ഗ്ലൂക്കോസിനെ അവരെന്തിനാണ് ഒരു സ്റ്റാർച്ച് ഫോമിലേക്ക് കഷ്ടപ്പെട്ട് കൺവേർട്ട് ചെയ്ത് മാറ്റുന്നത്? അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ബൾക്ക് ഫോമിലേക്ക് മാറുമ്പോൾ, പോളിസാക്രൈഡ് അല്ലെങ്കിൽ പോളിമർ ആയിട്ട് മാറുമ്പോൾ ഇതിൻ്റെ ഓസ്മോട്ടിക് പ്രഷർ അത് കാരണം ക്രിയേറ്റ് ചെയ്യുന്ന ഓസ്മോട്ടിക് പ്രഷർ കുറയും, അത്രയും ഉണ്ടാകത്തില്ല. ബട്ട് മോണോമറിക് ഫോം ആണെങ്കിൽ ഓസ്മോട്ടിക് പ്രഷർ കൂടും. ഇതേ സെയിം ആണ് സൂക്രോസിലിരിക്കുന്നതൊക്കെ. വേറെ സാക്രൈഡ്സിൽ അല്ലെങ്കിൽ വേറെ
കോംപ്ലക്സ് ഷുഗേഴ്സിൽ ഇരിക്കുന്നതിനേക്കാളും നമ്മൾ മോണോമർ ഫോമായ ഗ്ലൂക്കോസിലാണ് എന്നുണ്ടെങ്കിൽ ഇതിന്റെ ആക്ടിവിറ്റി ഓസ്മോട്ടിക് പ്രഷർ പെട്ടെന്ന് കൂട്ടാനും അതുവഴി അതിന്റെ പ്രിസർവേറ്റീവ് ആക്ഷന്റെ എഫിഷ്യൻസി കൂട്ടാനും പറ്റും. ഓക്കെ, മോണോമറിക് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രിസർവേറ്റീവ് ഫംഗ്ഷൻ അതിന്റെ എഫിഷ്യൻസി കൂടും. ദാറ്റ്സ് ഓൾ. അതിനുവേണ്ടി എന്ത് യൂസ് ചെയ്യും? ഇൻവെർട്ടേസ് യൂസ് ചെയ്യും. കാരണം എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് നമ്മൾ ഷുഗറായിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്? ടേബിൾ ഷുഗറായ സൂക്രോസ് ആണ്. അപ്പൊ സൂക്രോസിനെ പെട്ടെന്ന് ഗ്ലൂക്കോസ് ആക്കാനായിട്ട് യൂസ് ചെയ്യുന്ന സൂക്രോസിനെ ഗ്ലൂക്കോസ് ആക്കാൻ യൂസ് ചെയ്യുന്ന എൻസൈമാണ് ഇൻവെർട്ടേസ്. സോ ഇൻവെർട്ടേസ് യൂസ് ചെയ്ത് നമുക്ക് അതിന്റെ ആ പ്രിസർവേറ്റീവ് ആക്ഷനെ കൂട്ടാൻ പറ്റും. ദെൻ foods in which sugars aid preservation include സിറപ്പ് ആക്കി നമ്മൾ കൺവേർട്ട് ചെയ്യാറുണ്ട്. ദെൻ കൺഫെക്ഷണറി പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പലഹാരങ്ങൾ അല്ലെങ്കിൽ സ്വീറ്റ്സ് അല്ലെങ്കിൽ ചോക്ലേറ്റ് ഇൻഡസ്ട്രീസിൻ്റെ അകത്ത് വരുന്നതാണ്. അങ്ങനത്തെ ഉള്ള പ്രോഡക്ട്സിനെല്ലാം നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? ഷുഗേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ദെൻ ഫോണ്ടൻ ഫില്ലിങ്സ്, നമ്മൾ കേക്കിൻ്റെ അകത്ത് ഐസിങ്സ് ആയിട്ടൊക്കെ വെക്കുന്ന ഷുഗറും ക്രീമും യൂസ് ചെയ്ത് വരുന്ന ആ ഫോണ്ടൻ ഫില്ലിങ്സ്, ഐസിങ്സ് ഇൻ ചോക്ലേറ്റ്, ഹണി, ജാംസ്, ജെല്ലീസ്, marmalades, കൺസേഴ്സ്, ഫ്രൂട്ട്സ് സച്ച് as dates, സുൽത്താനാസ് ആൻഡ് കറൻസ്. ഈ ഇത്രയും കാര്യങ്ങളുടെ അകത്ത് നമ്മൾ എന്ത് ചെയ്യാം? ഷുഗർ പ്രിസർവേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യാം. ഇതെന്താ ഇതിനകത്ത് അറിയാത്ത? മാർമലേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ അങ്ങനെ യൂസ് ചെയ്ത് കണ്ടിട്ടില്ല. ബട്ട് സിട്രസ് ഫ്രൂട്ട്സിന്റെ ആ ഒരു തോടും ആ ഒരു സാധനങ്ങളെല്ലാം കൂടെ വെച്ചിട്ട് അതിന്റെ ആ ഫ്രൂട്ട് പൾപ്പും എല്ലാം കൂടെ നമ്മൾ ഷുഗർ വാട്ടറിൻ്റെ അകത്ത് ഇട്ട് വെച്ച് യൂസ് ചെയ്യുന്ന ഒരു പിക്കിള് പോലെ നമ്മൾ ഷുഗർ വാട്ടറിൻ്റെ അകത്ത് ഇട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫുഡ് ഐറ്റം ആണ് ഈ മാർമലേറ്റ്സ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പുളിയൊക്കെ ഓറഞ്ചും ചിലതിനൊക്കെ നമുക്ക് ഷുഗർ കണ്ടന്റിനേക്കാൾ കൂടുതൽ ഭയങ്കര പുളിയായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര പുളി കാരണം നമുക്ക് കഴിക്കാൻ പറ്റാത്ത ഓറഞ്ച് അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ മെയിനായിട്ട് അവർ ഉടനെ മാർമലേറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് വെക്കും. ദെൻ കൺസർവേഴ്സ്, നമുക്ക് എന്താ ഫ്രൂട്ട്സിനെയൊക്കെ നമുക്ക് അതിന്റെ ആ ഒരു പൾപ്പ് എടുത്തിട്ട് നമ്മൾ ഷുഗറിൻ്റെ അകത്തിട്ട് നമ്മളതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് വെക്കത്തില്ലേ, അതാണ് കൺസർവേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഫ്രൂട്ട്സ് സച്ച് as ഡേറ്റ്സ്, സുൽത്താനസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കിസ്മിസ്. പിന്നെ ആൻഡ് കറൻസ് എന്താണ്? ബ്ലാക്ക് കറൻസുകൾ വരുന്ന കറുത്ത ഉണങ്ങിയ മുന്തിരിങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാത്തെല്ലാം വരുന്ന ബ്ലാക്ക് കറൻസ്, ഡ്രൈഡ് കറൻസ് എല്ലാത്തിനും ആ കാര്യങ്ങൾക്കകത്തെല്ലാം നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഷുഗർ പ്രിസർവേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യും. ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അടുത്ത പ്രിസർവേറ്റീവ് ആണ് സൾഫർ ഡയോക്സൈഡ്. സൾഫർ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഫസ്റ്റ് പോയിന്റ് കിട്ടി. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിലാണ് കൂടുതലായിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇസ് യൂസ്ഡ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഡീഹൈഡ്രേഷൻ ടു എക്സ്റ്റെൻഡ് ദ സ്റ്റോറേജ് ലൈഫ് ഓഫ് ഏതൊക്കെയാണ്? ഫ്രഷ് ഗ്രേപ്സിന്റെ സ്റ്റോറേജ് ലൈഫ് കൂട്ടാൻ വേണ്ടി ഡീഹൈഡ്രേഷന് മുമ്പ് അതിന് ശേഷം യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഡ്രൈഡ് ഫ്രൂട്ട്സിന്റെ ബ്രൗൺ ചെയ്ത് അതിന്റെ ഒരു കളർ ചേഞ്ച് ചെയ്ത് പോകാതിരിക്കാനായിട്ട് യൂസ് ചെയ്യും. അതുപോലെ തന്നെ കട്ട് ഫ്രൂട്ട്സ്, ഇപ്പൊ ആപ്പിളൊക്കെ കട്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? പെട്ടെന്ന് അതിനൊരു ബ്രൗണിങ് സംഭവിക്കും. എൻസൈമാറ്റിക് ആക്ഷൻ കാരണം ഒരു ബ്രൗൺ കളർ ഫോം ചെയ്യും. ആ ഒരു ബ്രൗൺ കളർ ഫോം ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യാനും ദെൻ പ്രിവെന്റ് ദ ഗ്രോത്ത് ഓഫ് അൺഡിസൈറബിൾ മൈക്രോ ഓർഗാനിസംസ് ഡ്യൂറിങ് വൈൻ മേക്കിംഗ് ആൻഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് ഫ്രൂട്ട് ജ്യൂസസ്. ഇതിനൊക്കെയാണ് ഫുഡ് ഐറ്റംസ് യൂസ് ചെയ്തത്. ഇതിനകത്ത് ആപ്ലിക്കേഷൻ എന്തിനകത്താണ്? സൾഫർ ഡയോക്സൈഡ് യൂസ് ചെയ്യുന്നതിന്റെ ആപ്ലിക്കേഷൻസ് ആണ് ഈ പറഞ്ഞത്. ഈ വക കാര്യങ്ങൾക്കെല്ലാം സൾഫർ ഡയോക്സൈഡ് യൂസ് ചെയ്യും. ഇനി സൾഫർ ഡയോക്സൈഡ് തന്നെ ഞാൻ പറഞ്ഞു ചില കെമിക്കൽസ് വരുമ്പോൾ അതിന്റെ ഫോംസ് നമ്മൾ പഠിക്കണം. അതിലൊന്നാണ് സൾഫർ ഡയോക്സൈഡ്. സൾഫർ ഡയോക്സൈഡിന് പല ഫോംസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് ഗ്യാസ് ഫോമിൻ്റെ അകത്ത് സൾഫർ ഡയോക്സൈഡ് ഗ്യാസ് ഫോമിൽ യൂസ് ചെയ്യാം. അതിന്റെ സോൾട്ട് ഫോം ആയത് സോഡിയം ഓർ പൊട്ടാഷ്യം ബൈസൾഫേറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ സൾഫേറ്റ്സ് ആയിട്ട് മോണോസൾഫേറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യാം. ആൻഡ് മെറ്റാ ബൈസൾഫേറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യാം. ഗ്യാസ് ആയിട്ട് യൂസ് ചെയ്യാം, അതിന്റെ സോൾട്ട് ഫോമിലും യൂസ് ചെയ്യാം. ജസ്റ്റ് അത് നോക്കിയാണ് ഫോംസ്. ഇനി ഫോംസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഏതാണ് കൂടുതൽ, ഏത് ഫോമിനാണ് കൂടുതൽ ആക്ടിവിറ്റി എന്നുള്ള കാര്യം കൂടെ നോക്കണം. മെയിൻ ആയിട്ട് നമ്മൾ സൾഫർ സോൾട്സ് ആണ് ജനറലി യൂസ് ചെയ്യുന്നത്. പക്ഷേ സോൾട്സ് ആണെങ്കിലും ഗ്യാസ് ആണെന്നുണ്ടെങ്കിലും വാട്ടർ എൻവയോൺമെന്റിലേക്കോ അക്വസ് എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ അതെന്തായിട്ട് കൺവേർട്ട് ചെയ്യും? സൾഫറസ് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഫോം when SO2 is in aqueous condition. And antimicrobial activity may be due to the reaction of bisulfate with acetaldehyde in the cell. അസൽഡിഹൈഡ് ആയിട്ട് ചേർന്നിട്ട്, അസറ്റാൽഡിഹൈഡ് നമ്മുടെ ഒരു റെസ്പിറേറ്ററി പ്രോഡക്റ്റ് ആണ്. ഗ്ലൂക്കോസിനെ കൺവേർട്ട് ചെയ്യുന്ന, ഗ്ലൂക്കോസിനെ നമ്മൾ
സെൽ റെസ്പിറേഷൻ ആയിട്ട് യൂസ് ചെയ്യുന്ന, എനർജിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതിൻ്റെ അകത്തുള്ള ഒരു ഇന്റർമീഡിയറ്റ് ആണ് അസറ്റാൽഡിഹൈഡ്. അപ്പോൾ അസറ്റാൽഡിഹൈഡുമായിട്ട് ഇത് കമ്പൈൻ ചെയ്യുന്നത് കോംപ്ലക്സ് ആയിട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഫർദർ റെസ്പിറേഷൻ പ്രോസസ്സ് നടക്കത്തില്ല. അപ്പം മൈക്രോബ്സിന് ആ എനർജിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാതെ അവർ മെറ്റബോളിസത്തിനെ സ്റ്റോപ്പ് ചെയ്യും. Then the reduction of essential disulfide linkages in enzymes. Enzymes അകത്ത് പ്രോട്ടീൻ്റെ സ്ട്രക്ചർ എല്ലാവരും പഠിച്ചല്ലോ, ടീച്ചർ പഠിപ്പിച്ചു. അപ്പോൾ അതിൻ്റെ അകത്ത് ഡൈസൾഫൈഡ് ലിങ്കേജിനെ കുറിച്ച് പഠിപ്പിച്ചു. ഈ ഡൈസൾഫൈഡ് ലിങ്കേജ് അതിന് ബ്രേക്കേജ് സംഭവിച്ചാൽ എന്ത് പറ്റും? അതിൻ്റെ 3D സ്ട്രക്ചേഴ്സിൻ്റെ അകത്തൊക്കെ ചേഞ്ചസ് സംഭവിക്കും. അപ്പോൾ കോർഡിനറി സ്ട്രക്ചേഴ്സിനും ടെർഷ്യറി സ്ട്രക്ചേഴ്സിൻ്റെ അകത്തൊക്കെ ചേഞ്ചസ് സംഭവിക്കും. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? പ്രോട്ടീൻ്റെ ഫംഗ്ഷനെ അത് സ്റ്റോപ്പ് ചെയ്യും. അപ്പം അതൊരു ആക്ഷൻ. ദെൻ ആൻഡ് ദ ഫോർമേഷൻ ഓഫ് ബൈസൾഫേറ്റ് അഡീഷൻ കോമ്പൗണ്ട്സ് വിച്ച് ഇന്റർഫിയർ വിത്ത് ദ റെസ്പിറേഷൻ. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞു, സെല്ലുലാർ റെസ്പിറേഷൻ്റെ അകത്ത് പല കോംപ്ലക്സ് ഫോം ചെയ്തിട്ട് സെല്ലുലാർ റെസ്പിറേഷനെ അത് പ്രിവെന്റ് ചെയ്യും. അതാണ് അതിന്റെ മോഡ് ഓഫ് ആക്ഷൻ. അപ്പം ഏതൊക്കെ ഫുഡിൻ്റെ അകത്താണ് ആക്ട് ചെയ്യുന്നത്? ഫോംസ് ഏതൊക്കെയാണ്? മോഡ് ഓഫ് ആക്ഷൻ. ദെൻ one of the defects of use of sulfur dioxide is it leaves an unmistakable taste in the mouth and causes the breakdown of vitamin B1. പക്ഷേ സൾഫർ ഡയോക്സൈഡിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതൊരു കെമിക്കൽ ടേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അത് മാത്രമല്ല, എന്താണ്, വിറ്റമിൻ B1ന്റെ ബ്രേക്ക് ഡൗൺ ഉണ്ടാവും. ബട്ട് അതുകൊണ്ട് ഈ യൂസ് ചെയ്യുന്ന ഫുഡ് കഴിച്ചാൽ നമുക്ക് വൈറ്റമിൻ B1 കിട്ടത്തില്ല. സോ ജനറലി നമുക്കത് അങ്ങനെയുള്ള സോഴ്സസ് റോ ഫുഡ് വൈറ്റമിൻസ് കിട്ടാൻ വേണ്ടി കഴിക്കുന്ന കാര്യങ്ങൾക്കൊന്നും ഇത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അത് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്, കെമിക്കൽ ടേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത്. എത്രയേ ഉള്ളൂ സൾഫർ ഡയോക്സൈഡിൻ്റെ അതുള്ള കാര്യം. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നൈട്രേറ്റ്സ് ആൻഡ് നൈട്രൈറ്റ്സ്. നൈട്രേറ്റ്സ് എന്താ? NO3- NO2-. Sodium nitrate has been used for centuries as a preservative and color stabilizer in meat and fish products. ഏതിൻ്റെ അകത്താണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്? മീറ്റ് ആൻഡ് ഫിഷ് പ്രോഡക്ട്സിൻ്റെ അകത്താണ് അതിൻ്റെ അകത്ത് ഫുഡ് ഐറ്റം വന്നേക്കുന്നത്. മീറ്റ് ആൻഡ് ഫുഡിൻ്റെ അകത്താണ് നൈട്രേറ്റ്സ് ആൻഡ് നൈട്രേറ്റ്സ് യൂസ് ചെയ്യുന്നത്. സോഡിയം നൈട്രേറ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ജനറലി യൂസ് ചെയ്തേക്കുന്നത് സോൾട്ട് ഫോം ഓഫ് നൈട്രേറ്റ്. ദെൻ എന്തിനാണ്? രണ്ട് കാര്യം, പ്രിസർവേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യാം, കളർ സ്റ്റെബിലൈസർ. മീറ്റിൻ്റെ അകത്തൊക്കെ ആ ഒരു റെഡ് കളർ ഉണ്ട്. റെഡ് കളർ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? റെഡ് കളർ ഓഫ് മീറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ മസിൽസിൻ്റെ അകത്തുള്ള റെഡ് പിഗ്മെന്റ് ചെയ്ത ബ്ലഡിൻ്റെ അകത്തുള്ള റെഡ് പിഗ്മെന്റ് ഹീമോഗ്ലോബിൻ. മസിൽസിൻ്റെ അകത്തുള്ള അല്ലെങ്കിൽ മസിൽസിൻ്റെ അകത്തുള്ള റെഡ് പിഗ്മെന്റ് ചെയ്ത മയോഗ്ലോബിൻ. രണ്ടും ഹീമോഗ്ലോബിനും മയോഗ്ലോബിനും അയണിന്റെ പ്രസൻസ് കാരണം ഏത് കളറിലിരിക്കും? റെഡ് കളറിലിരിക്കും, അയണിന്റെ പ്രസൻസ് കാരണം. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. ആ ഒരു റെഡ് കളറ് അതിനെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്ത് ആ ഒരു കളർ മാറാതെ അപ്പൊ ഒരു ഫ്രഷ്നെസ് തോന്നാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് കുറെ നാൾ കഴിയുമ്പോഴത്തേനും ഇപ്പം ചിക്കനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും പെട്ടെന്ന് ഞാൻ അതിൻ്റെ അതാണ്, അല്ലെങ്കിൽ മീനായാൽ പോലും നമ്മൾ കുറേ നാൾ അങ്ങനെ തന്നെ വെച്ചുകൊണ്ടിരുന്ന അതിൻ്റെ ആ കളറിനൊരു ചേഞ്ച് ഉണ്ടാവും. റെഡ് കളറിൽ നിന്ന് ഒരു ബ്രൗൺ കളറിലേക്കൊക്കെ പോകും. അപ്പം ആ ഒരു കളർ പോകുമ്പോൾ എന്താ നമ്മൾ പറയുന്നത്? ഇതിന് ഫ്രഷ് അല്ല എന്ന് പറയും. അപ്പം ആ ഫ്രഷ്നെസ് കീപ്പ് ചെയ്യാൻ എന്ത് ഹെൽപ്പ് ചെയ്യും? ഈ റെഡ് കളർ സ്റ്റേബിളായിട്ട് നിൽക്കുകയാണെങ്കിൽ ഹെൽപ്പ് ചെയ്യും. സോ ആ ഒരു പ്രോപ്പർട്ടിക്കായിട്ട് നമുക്ക് എന്തിനു യൂസ് ചെയ്യാം? നൈട്രേറ്റ്സ് യൂസ് ചെയ്യാം. Then the nitrate when added to meat gets converted to nitric oxide, NO ആയിട്ട് കൺവേർട്ട് ചെയ്യും, which combines with myoglobin to form nitric oxide myoglobin അഥവാ nitrosyl myoglobin, which is a heat stable pigment. heat stable ഞാൻ പിഗ്മെന്റ് കാര്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്താൽ പോലും ഈ ഒരു പിഗ്മെന്റിന് വേരിയേഷൻ വരാതെ ആ റെഡ് കളർ കീപ്പ് ചെയ്യാനായിട്ട് ഈ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്ന വഴി അത് ഹെൽപ്പ് ചെയ്യും. ദെൻ ദ നൈട്രിക് ക്യൂറിങ്, ഈ ഒരു വേർഡ് യൂസ് ചെയ്യണം. നമ്മൾ നൈട്രിക് ഓക്സൈഡ് അല്ലെങ്കിൽ നൈട്രേറ്റ്സിനെ ഈ ഒരു പ്രിസർവേറ്റീവ് പർപ്പസിനായിട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു സബ്സ്റ്റൻസിലോട്ട് നൈട്രിക് ഓക്സൈഡിനെ പ്രോസസ്സ് ചെയ്യുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് നൈട്രൈറ്റ് ക്യൂറിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻഹിബിറ്റ്സ് ദ ഗ്രോത്ത് ഓഫ് ക്ലോസ്ട്രീഡിയം ആൻഡ് സ്ട്രെപ്റ്റോകോക്കസ് ആൻഡ് ഓൾസോ ലോവേഴ്സ് ദ ടെമ്പറേച്ചർ റിക്വയർഡ് ടു കിൽ ക്ലോസ്ട്രീഡിയം ബോട്ടിലിനം. ബോട്ടിലിനം ഒക്കെ ബോട്ടിലിസം എന്ന് പറയുന്ന ഒരു ഫുഡ് പോയ്സണിങ് കേസ്, ഭയങ്കര വലിയ ഒരു അത്യാവശ്യം നല്ലൊരു മേജർ ഫുഡ് ബോൺ ഡിസീസാണ് ബോട്ടിലിസം എന്ന് പറയുന്നത്. അപ്പം റിസ്കിയാണ്. അപ്പം അത് കോസ് ചെയ്യുന്ന
മൈക്രോബാണ് ക്ലോസ്ട്രിഡിയം ബോട്ടുലിനം. അപ്പോൾ അതിന് വേണ്ട ടെമ്പറേച്ചർ, അപ്പോൾ ഹൈ ടെമ്പറേച്ചറിലാണ് അതിൻ്റെ കില്ലിങ് നടക്കത്തുള്ളൂ. ആ ടെമ്പറേച്ചറിനെ കുറയ്ക്കാം. ഇതും കൂടി ആഡ് ചെയ്യുക. ഒരു അഡിക്റ്റീവായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ നൈട്രൈറ്റ്സിന്റെ കൂടെ തന്നെ വേറെ ഏതെങ്കിലും ഒരു കെമിക്കലും കൂടി യൂസ് ചെയ്ത് നമുക്കതിനെ പെട്ടെന്ന് കില്ല് ചെയ്തെടുക്കാനായിട്ട് യൂസ് ചെയ്യാം. അതിൻ്റെ കൂടെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ എന്തിനൊക്കെയാണ്, പിന്നെ എന്തിനൊക്കെ കൊള്ളാം, ക്ലോസ്ട്രീഡിയം സ്പീഷീസിനെയും സ്ട്രെപ്റ്റോകോക്കസ് സ്പീഷീസിനെയും ഒക്കെ നമുക്ക് ഇതുവഴി ഇൻഹിബിറ്റ് ചെയ്യാം. അതും വിളിക്കും ഇത് മൈക്രോബ്സ് യൂസ് ചെയ്യുന്നത്. Then it has been discovered that cooking nitrate cured meat products results in the formation of small amount of N-nitrosamines which is a potent carcinogen. ഇതാണ് അതിൻ്റെ ഒരു നെഗറ്റീവ് എഫക്റ്റ്, ഡിസഡ്വാൻറ്റേജ് മെയിനായിട്ട്. അതുകൊണ്ട് ഡയറക്റ്റ്ലി ഇപ്പം പല സ്റ്റഡീസും ഇതിൻ്റെ അകത്ത് പോകുന്നുണ്ട്. അതിൻ്റെ ഒരു സ്ട്രെങ്ത് കുറയ്ക്കുകയാണെങ്കിൽ, കുറച്ച് കോൺസെൻട്രേഷനിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കാർസിനോജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന, കാർസിനോജൻ എന്താണ്, പൊട്ടൻ കാർസിനോജൻ എന്ന് പറഞ്ഞു, ക്യാൻസർ കോസിങ് സബ്സ്റ്റൻസിനെയാണ് കാർസിനോജൻസ് എന്ന് പറയുന്നത്. അപ്പം എന്താണ്, അതിൻ്റെ കോൺസെൻട്രേഷനെ കുറച്ച് ചിലയിടത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ചില കൺട്രീസ് ഇത് പാടെ ബാൻ ചെയ്തിട്ടുണ്ട്. ചിലയിടത്താണെന്നുണ്ടെങ്കിൽ ഇത് കമ്പൈൻഡ് ആയിട്ട് യൂസ് ചെയ്യും. ഇതായിട്ട് മാത്രം യൂസ് ചെയ്തില്ല, ഇതിൻ്റെ കൂടെ തന്നെ വീര്യം കുറച്ചിട്ട് വേറൊരു പ്രിസർവേറ്റീവിനെ അങ്ങനെ കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. That's all. Then next എന്ന് പറഞ്ഞാൽ sorbic acid. It is a straight chain monocarboxylic acid and it is also an unsaturated fatty acid. Then so they have antimicrobial activity. Straight chain monocarboxylic acids and unsaturated fatty acids have microbial activity. Sorbic acid is a straight chain monocarboxylic acid. It is an unsaturated fatty acid. It is also known as 2,4-hexodienic acid. ഫാറ്റി ആസിഡ്സിൻ്റെ ലിപ്പിഡ്സിൻ്റെ ചാപ്റ്ററിൻ്റെ അകത്ത് എങ്ങനെയാണ് ഈ ഒരു നെയിം വരുന്നത്, ഡബിൾ ബോൺസ് വരുന്നത് എങ്ങനെയാണ് എന്നുള്ള ആ ഒരു കാര്യം ഓർക്കുക. സോ ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ unsaturated fatty acid and its sodium and potassium salts. ഏത് ഫോമാണ് യൂസ് ചെയ്യുന്നത്, ഇതിൻ്റെ സോൾട്സ് യൂസ് ചെയ്യാറുണ്ട്. ഇൻഹിബിറ്റ്സ് മോൾസ് ആൻഡ് ഈസ്റ്റ്. മൈക്രോബ് ഏതാ, മോൾസ് ഈസ്റ്റിൽ. സോഡിയം ആൻഡ് പൊട്ടാസ്യം സോൾട്സ് ഇൻഹിബിറ്റ് മോൾസ് ആൻഡ് ഈസ്റ്റ് ഇൻ ഫുഡ് സച്ച് എസ് ചീസ്, ബേക്ക്ഡ് പ്രോഡക്ട്സ്, ഫ്രൂട്ട് ജ്യൂസസ്, വൈൻസ് ആൻഡ് പിക്കിൾസ്. ഈ ഒരൊറ്റ ഇതിൻ്റെ അകത്ത് തന്നെ ഈ ഏത് ഫുഡാണ്, ഏത് മൈക്രോബാണ്, ഏത് ഫോമാണ്, 3 പോയിന്റ്സും കവർ ചെയ്യുന്നുണ്ട്. പഠിക്കാം. Sorbic acid, also known as 2,4-hexodienic acid, and its sodium and potassium salts inhibits most പൂപ്പലുകളും ഈസ്റ്റുകളും, ഈസ്റ്റ് എന്താണെന്നറിയാലോ, യൂണിസെല്ല ഫംഗി. മോൾസ് രണ്ട് ഫംഗി ഫോമാണ്, ബട്ട് പൂപ്പലുകളുടെ ഫോം ഈസ്റ്റ് ഫോമിനെയും പ്രിവെന്റ് ചെയ്യും. ആര്, sodium and potassium salts. It is used in cheese, baked products, fruit juices, wines and pickles. Then antimycotic action. Antimycotic എന്ന് പറഞ്ഞാൽ ആന്റി ഫംഗൽ ആക്ഷനെയാണ് ആന്റിമൈക്കോട്ടിക് ആക്ഷൻ എന്ന് പറയുന്നത്. The antimycotic action of sorbic acid is due to the inability of moles to metabolize the conjugated unsaturated structure. ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള അൺസാച്ചുറേറ്റഡ് സ്ട്രക്ചേഴ്സിനെ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റാതെ വരുന്നതുകൊണ്ടാണ് ഈ ഒരു മൈക്രോബിയൽ ആക്ഷൻ വരുന്നത്. ഇപ്പം മോഡ് ഓഫ് ആക്ഷൻ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്, MOD. ഓക്കെ. ദെൻ നെക്സ്റ്റ് പ്രിസർവേറ്റീവ് എന്ന് പറഞ്ഞാൽ അസറ്റിക് ആസിഡ്. എല്ലാവർക്കും ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള അടുത്തൊരു പ്രിസർവേറ്റീവ് ആണ് അസറ്റിക് ആസിഡ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് വിനീഗർ. വിനീഗറിൻ്റെ അകത്ത് 4% അസറ്റിക് ആസിഡിനെയാണ് നമ്മൾ പൊതുവെ വിനീഗർ എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് ബീൻ യൂസ്ഡ് ടു പ്രിസർവ് പിക്കിൾഡ് വെജിറ്റബിൾസ് ഫ്രം ആന്റിക്വിറ്റി. ലൈക്ക് ഫ്രം സിവിലൈസേഷൻ ഏജ് മുതൽ തന്നെ നമ്മൾ ജനറലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രിസർവേറ്റീവ് ആണ് അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത്. ദെൻ acetates of sodium, potassium and calcium are used in bread and other baked goods to prevent ropiness and the growth of moles, but they do not interfere with yeast. ഇതിനകത്ത് അടുത്ത കുറേ പോയിന്റ്സുകൾ ഒരുമിച്ച് പറഞ്ഞേക്കാണ്. ഫോമുകൾ ഏതൊക്കെയാണ്, പലതരത്തിലുള്ള ഫോം ഏതിനൊക്കെ യൂസ് ചെയ്യുന്നു. നമ്മൾ പൊതുവെ അസിറ്റിക് ആസിഡ് ആയിട്ട് വിനീഗർ ആയിട്ട് എന്തിനൊക്കെ യൂസ് ചെയ്യുന്നു, പിക്കിളിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. വിനീഗർ ഫോം ഫസ്റ്റ് ഫോം. ദെൻ
അതിൻ്റെ സോൾട്ട് ഫോം ആയിട്ട് സോഡിയം പൊട്ടാസ്യം കാൽഷ്യം അസറ്റേറ്റ്സ് അതിൻ്റെ സോൾട്ട് ഫോം നമ്മൾ എന്തിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ? ബ്രെഡിൻ്റെ അകത്തും ബേക്ക്ഡ് ഗുഡ്സിൻ്റെ അകത്തും ബേക്ക്ഡ് പ്രോഡക്ട്സിൻ്റെ അകത്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഈ റോപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഈ ഒത്തിരി ഒരു തരത്തിലുള്ള പൂപ്പലുകൾ വരികയാണെങ്കിൽ പല തരത്തിലുള്ളതുണ്ടാവാം. ഭയങ്കര കളർ ചേഞ്ച് ചെയ്യുന്നുള്ള, ഭയങ്കര ബ്രെഡിനെ എല്ലാം ഭയങ്കര കട്ടിയാക്കുന്ന തരത്തിലുള്ള സ്പോയിലേജ് ഉണ്ട്, ബ്രെഡ് സ്പോയിലേജ് ഉണ്ട്. അതുപോലെ തന്നെയാണ് ഭയങ്കര സ്റ്റിക്കി ആക്കുന്ന തരത്തിലുള്ള റോപ്പിനെസ് എന്ന് പറയുമ്പോൾ സ്റ്റിക്കിനെസ് ആണ്. ഒരു ഗ്ലൂ പശപ്പശപ്പ് നമുക്ക് തോന്നും ചില സമയത്ത്. പ്രത്യേകിച്ച് ബന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇവിടെയൊക്കെ കണ്ടില്ല, നമ്മൾ പുറത്ത് പോവാണ് എന്നുണ്ടെങ്കിൽ, അബ്രോഡ് ആണ് എന്നുണ്ടെങ്കിൽ, തണുപ്പൊക്കെ ഉള്ളിടത്താണെന്നുണ്ടെങ്കിൽ ഈ ബണ്ണൊക്കെ കുറേ ചീത്തയാവുകയാണെങ്കിൽ അതിനിങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ നൂല് കണക്ക് അതിൻ്റെ അകത്ത് ഇങ്ങനെ ഫോം ചെയ്യുന്ന കാണാം. ഞാൻ കണ്ടിട്ടില്ലാത്തതാവാം. ഓക്കെ, അപ്പം അങ്ങനെ നൂല് കണക്ക് ഫോം ചെയ്യും. അതിൻ്റെ അകത്തൊരു കളർ ചേഞ്ച് ചെയ്ത് വന്നിട്ട് ചില സമയത്ത് കളർ ചേഞ്ചോടുകൂടെ വന്നിട്ട് അതിൻ്റെ അകത്ത് നൂല് കണക്ക് ഇങ്ങനെ പിച്ചുമ്പോൾ ഇതിൻ്റെ അകത്തു നിന്ന് ഇങ്ങനെ ചീസിൻ്റെ നൂല് കണക്ക് സാധനങ്ങൾ വരും. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ ഒരു സ്പോയിലേജ് കാരണമാണ്, റോപ്പിനെസ് എന്നാണ് അതിന് പറയുന്നത്. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഗ്രോത്ത് ഓഫ് മോൾസ് ബട്ട് ദേ ഡു നോട്ട് ഇന്റർഫിയർ ഈസ്റ്റ്. പക്ഷേ ഈസ്റ്റിൻ്റെ ഫോർമേഷനെ അത് പ്രിവെൻറ്റ് ചെയ്യുന്നില്ല, ഡിസഡ്വാൻറ്റേജ് ആണ്. ഏത് മൈക്രോബാണ് മെയിൻലി? മോൾസ് ആണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. ഏത് ടൈപ്പിലുള്ള ഫുഡാണ്? ബേക്ക്ഡ് പ്രോഡക്ട്സിലും ബ്രെഡിലും ആണ് യൂസ് ചെയ്യുന്നത്. ഫോം ചെയ്ത അസിറ്റേറ്റ് ആൻഡ് അസിറ്റേറ്റ്സ് ഓഫ് സോഡിയം പൊട്ടാസ്യം ആൻഡ് കാൽഷ്യം. ഡിസഡ്വാൻറ്റേജും പറഞ്ഞു. Then the acid is also used in foods such as ketchups, mayonnaise, pickles, primarily for flavor, but these products also benefit from the concurrent antimicrobial action. നേരത്തെ നമ്മൾ പറഞ്ഞു വിനീഗർ എന്ന് പറയുമ്പോഴത്തേന് 4% അസിറ്റിക് ആസിഡ്. അതല്ലാതെ തന്നെ അസിറ്റിക് ആസിഡ് നമുക്ക് കെച്ചപ്സ് ഉണ്ടാക്കുന്നതിൻ്റെ അകത്തും മയോണൈസിൻ്റെ പ്രൊഡക്ഷനും പിക്കിൾസിനും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്, ടേസ്റ്റിനായിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ബട്ട് അതിൻ്റെ ആ ഒരു ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടിയും കൂടെ അതിൻ്റെ കൂടെ കിട്ടും. ദെൻ ദ ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടി, അതിൻ്റെ ആസിഡിൻ്റെ അസിഡിറ്റി കൂടുന്തോറും, അതായത് pH കുറയും തോറും അതിൻ്റെ ആ ഒരു മൈക്രോബിയൽ ആക്ടിവിറ്റി കൂടിക്കൊണ്ടിരിക്കും. ദാറ്റ്സ് ഓൾ. അതൊരു ജസ്റ്റ് ഒരു പോയിന്റ്. ഇത് ഫസ്റ്റ് പോയിന്റിൻ്റെ കൂടെ ചേർക്കാൻ പറ്റുന്ന കാര്യമാണ്. നമുക്ക് 4% വിനീഗർ വെജിറ്റബിൾസിനും ഒക്കെ യൂസ് ചെയ്യുന്നു പറഞ്ഞു, പിക്കിൾസിനായിട്ട് യൂസ് ചെയ്യുന്നു. അതല്ലാതെ ആസിഡ് കണ്ടന്റ് മയോണൈസിനും കെച്ചപ്സിനും ഒക്കെ എന്തിനായിട്ട്? ഫ്ലേവറിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നു. ദാറ്റ്സ് ഓൾ. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൊപ്പിയോണിക് ആസിഡ്. അടുത്ത പ്രിസർവേറ്റീവ് ആണ് പ്രൊപ്പിയോണിക് ആസിഡ്. ആൻഡ് ഇറ്റ്സ് സോഡിയം ആൻഡ് കാൽഷ്യം സോൾട്സ് എക്സേർട്ട് ആൻറ്റി മൈക്രോബിയൽ ആക്ടിവിറ്റി അഗെയിൻസ്റ്റ് മോൾസ് ആൻഡ് സം ബാക്ടീരിയ. മോൾസിനും ചില ബാക്ടീരിയയ്ക്ക് എതിരെയായിട്ടാണ് ഈ ഒരു പ്രിസർവേറ്റീവ് വർക്ക് ചെയ്യുന്നത്. ഏത് ഫോമാണ്? സോഡിയം ആൻഡ് കാൽഷ്യം സോൾട്സ് ഓഫ് പ്രൊപ്പിയോണിക് ആസിഡ്. അപ്പോൾ ഫോമും ആയി, മൈക്രോബും ആയി. Then the acid find extensive use in the bakery field where it is not only inhibits moles efficiently or effectively but it also active against the ropey bread organism Bacillus mesentericus. നേരത്തെ റോപ്പി ബ്രെഡിന്റെ കാര്യം പറഞ്ഞു. ആ ഒരു മെയിൻ ആയിട്ട് പരത്തുന്ന ഓർഗാനിസം ആണ് ബാസിലസ് മെസെന്ററിക്കസ്. അപ്പം ആസിഡ് ഫോം എന്തിനായിട്ട് യൂസ് ചെയ്യാം? ബ്രെഡിന്റെ അകത്ത് യൂസ് ചെയ്യാം. സെക്കൻഡ് ഫോം ആസിഡ് ഫോം ഉണ്ടെന്നുണ്ടെങ്കിലും മെയിൻ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? കാരണം യൂസ് ചെയ്യാൻ പറ്റുന്നത് നമുക്കിപ്പം ആസിഡ് ഫോം ആയിട്ട് യൂസ് ചെയ്യുന്നതിന് പകരം സോൾട്ട് ഫോമിലാണെങ്കിൽ ബ്രെഡ് ഉണ്ടാക്കുന്ന ആ ഡബിൾ തന്നെ നമ്മൾ ജനറലി സോൾട്ട് എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് അങ്ങനത്തെ പർപ്പസിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ജനറലി സോൾട്ട് ആണ് അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ്റെ ഈസിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പക്ഷേ ആസിഡ് ഫോമിനാണെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടീസ് ഉണ്ട്. Then the toxicity of propionic acid to moles and certain bacteria is related to the inability of the organism to metabolize the 3-carbon unit. Propionic acid is also a 3-carbon unit. അപ്പോൾ 3-carbon യൂണിറ്റിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാതെ വരുന്നതാണ് അതിൻ്റെ മോഡ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. മോഡ് ഓഫ് ആക്ഷൻ. അപ്പോൾ ഓർഗാനിസമായി, ഫോമായി, മോഡ് ഓഫ് ആക്ഷനായി, ഏത് ഫുഡ് പ്രോഡക്ട്സ് എന്നുള്ളതായി, ഫുഡ് ആപ്ലിക്കേഷൻ. മെയിനായിട്ട് ബേക്കറിയിലകത്താണ് യൂസ് ചെയ്യുന്നത്. Then next preservative, benzoic acid. It is widely used as antimicrobial agent.
its sodium salt is more soluble in water than the free acid and hence it is generally used. Generally use ചെയ്യുന്നത് sodium salt ആണ് യൂസ് ചെയ്യുന്നത്, benzoic acid and sodium salt. Then അതിന്റെ form ആയി. Then however, once in the product some of the sodium benzoate is converted to the acid form. കാരണം aqueous solutionന്റെ അകത്തോട്ട് വരുമ്പോഴത്തേന് salt എന്ത് ചെയ്യും, അയണൈസ് ചെയ്തിട്ട് ആസിഡ് ഫോം ആയിട്ട് ചേഞ്ച് ചെയ്യും. Then the acid is more active against yeast and bacteria. ആസിഡ് ഫോം എന്തിനാണ്, yeast and bacteria എതിരെയാണ് more effectively യൂസ് ചെയ്യുന്നത് and least active against molds. ഇപ്പോൾ മൈക്രോബ്സ് ഏതൊക്കെയാണ്? It's effective against yeast and bacteria. Yeast and bacteria form sodium salt. പക്ഷേ sodium salt പ്രോഡക്റ്റിനകത്തോട്ട് വരുമ്പോഴത്തേക്ക് എന്ത് പറ്റും, ആസിഡിലേക്ക് ചില സമയത്ത് മാറാറുണ്ട്. It exhibits optimal activity in the pH range 2.5 to 4 and this is well suited for the use in acid foods. ഞാൻ ഫുഡ് ഏതൊക്കെയാണ്, ഫുഡ് ആപ്ലിക്കേഷൻ ഏതാണ്, മെയിൻലി ആസിഡ് ഫുഡ്സിൻ്റെ അകത്താണ് യൂസ് ചെയ്യുന്നത്, such as fruit juices, carbonate beverages, pickles and sauerkraut. കാർബണേറ്റഡ് ബിവറേജസിൻ്റെ അസിഡിക് ഫുഡിൻ്റെ അകത്തൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ ബെൻസോയിക് ആസിഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫുഡിൻ്റെ ആപ്ലിക്കേഷൻ മൈക്രോബ്സ് ഏതാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിൻ്റെ മോഡ് ഓഫ് ആക്ഷൻ, ഏത് ഫോമാണ്, 4 പോയിന്റ് ആയി. ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പാരബൻസ്. They are alkyl esters of para-hydroxy benzoic acid. The methyl, ethyl, propyl and heptyl esters. Methyl നകത്ത് വരുമ്പോൾ 1 carbon, 2 carbon, 3 carbon and 7 carbon. Esters are generally used. Esters എന്താണ്, കാർബോക്സിലിക് ആസിഡും ആസിഡ് പ്ലസ് ആൽക്കഹോൾ വരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, എസ്റ്റേഴ്സ് ഫോം ചെയ്യുന്നത്. Then these are effective inhibitors of molds and yeast but are relatively ineffective with bacteria. നേരത്തെ നമ്മൾ തിരിച്ചാ പറഞ്ഞത്. അപ്പോൾ അത് നോട്ട് ചെയ്യണേ, ഏതിനാണ് ഡിസഡ്വാൻറ്റേജ്, ഏതാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ, മൈക്രോബ്സ് ഏതിൻ്റെ അകത്ത്, ഏത് മൈക്രോബ്സിന് എന്തിനാണത് ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നത്. Then they are active at pH 7 and higher and have a little effect on the flavor അകത്ത് no problem. Then next is epoxides. Epoxides are cyclic ethers that destroy all form of microorganism including spores and even viruses. നോട്ട് ചെയ്യണം, ഇതുവരെ നമ്മൾ വൈറസസിന്റെ കാര്യം പറഞ്ഞില്ല, ബട്ട് വൈറസസിനെ പോലും പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന, ഞാൻ നേരത്തെ ആദ്യമേ ക്ലാസ്സിൽ പറഞ്ഞു, വൈറസസിന് നമ്മൾ ജനറലി നോക്കാത്തതിന്റെ കാരണം എന്താണ്, ലോങ് ടൈമിൽ അത് ജീവിച്ചിരിക്കത്തില്ല. ബട്ട് അതിൻ്റെ സ്പോർസ് പോലും അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോംസ് വൈറസസിനെ പോലും, ഈവൻ ബാക്ടീരിയൽ സ്പോർസ് ആണ് മെയിനായിട്ട് ഭയങ്കര പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള, നമുക്ക് ഒരിക്കലും ഫുള്ളി കളയാൻ പറ്റാത്ത ഒരു കാര്യമാണ് എന്താണ്, മൈക്രോബിയൽ സ്പോർസ് എന്ന് പറഞ്ഞാൽ. കാരണം എന്താ, ഹാർഷ് കണ്ടീഷൻസിനെ തരണം ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ആ സ്പോർസ് അത്രയും ഹാർഡ് ആൻഡ് റിജിഡ് ആണ്, പ്രൊട്ടക്റ്റീവ് ആണ്. സോ ആ സ്പോർസിനെ പോലും എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റുന്നതാണ് എപ്പോസൈഡ്സ്. സോ ദേ ആർ ഹാർംഫുൾ. The epoxides used as preservatives are ethylene oxide and propylene oxide. Forms ഏതൊക്കെയാണ്, ethylene oxide ഉം propylene oxide. Then in order to achieve intimate contact with microorganisms, the epoxides are used in gaseous form. After adequate exposure, the resident epoxide is removed by flushing and evacuation. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, they are harmful. സോ ഹാംഫുൾ ആയതുകൊണ്ട് എന്ത് ചെയ്യും, നമുക്കും പണി തരാൻ ചാൻസസ് ഉണ്ട്, നമ്മുടെ നല്ല മൈക്രോബ്സിനെ എഫക്ട് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. സോ ആഡ് ചെയ്യുക, ഒരു കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് തന്നെ അത് ആവശ്യത്തിന് എക്സ്പോഷർ ആയിക്കഴിഞ്ഞാൽ, എല്ലാം കില്ല് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിനെ ആ കെമിക്കലിനെ റിമൂവ് ചെയ്ത് ഒന്ന് ഈ വാട്ടറിൻ്റെ അകത്ത് വെച്ചിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇവാക്യുവേഷൻ പ്രോസസ്സ് വഴിയൊക്കെ നമുക്ക് തന്നെ റിമൂവ് ചെയ്യാം. അപ്പം റിമൂവ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫുഡിൻ്റെ അകത്താണ് മെയിനായിട്ട് എപ്പോസൈഡ്സ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഫോംസ് ആയി, മൈക്രോബ്സ് ആയി. ദെൻ ഏത് ഫുഡിൻ്റെ അകത്ത് കൊണ്ട് യൂസ് ചെയ്യാം, ഫോംസും മൈക്രോബ്സും. Their use is limited to dry items such as nuts and spices. ഞാൻ നേരത്തെ പറഞ്ഞു ഫ്ലഷ് ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ ഇവാക്യുവേഷൻ പർപ്പസ്. അപ്പം
അങ്ങനത്തെ അതിനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ആ പ്രോസസ്സിലൂടെ കടന്നു പോകാൻ പറ്റുന്ന ഫുഡ് പ്രോഡക്ട്സിൻ്റെ അകത്ത് മാത്രമേ നമ്മൾ ഈ ഒരു പ്രിസർവേറ്റീവ് ആഡ് ചെയ്യത്തുള്ളൂ ഫുഡുമായി. Spices often contain a high microbial load and they cannot be sterilized by heat because of the instability to heat of their volatile flavor compounds. പ്രത്യേകിച്ച് സ്പൈസസ് ഒക്കെ ആണെങ്കിൽ ഹീറ്റ് ചെയ്യുമ്പോഴൊക്കെ അതിൻ്റെ ഫ്ലേവർ ഒക്കെ നമുക്ക് നഷ്ടമാവും, ഭയങ്കര സെൻസിറ്റീവ് കോമ്പൗണ്ട്സ് ആയതുകൊണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യും, നമുക്കിങ്ങനെ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ്സ് ഒന്നും പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ആ കേസസിനകത്ത് നമുക്ക് എന്ത് ആഡ് ചെയ്യാം, എപ്പോസൈഡ്സ് ആഡ് ചെയ്യാം. Thus, treatment with Epoxides is a suitable method for reducing microbial loads of spices. വേറൊരു കാര്യം പറഞ്ഞാൽ മൈക്രോബിയൽ ലോഡ് കൂടുതലാന്ന് പറഞ്ഞതിൻ്റെ കാര്യം, നമുക്ക് നോർമലി നമ്മൾ ചെയ്യുന്ന മെത്തേഡ്സ് ഇപ്പോൾ ഫുഡിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ഹൈജീൻ മെത്തേഡ്സ് ഫോളോ ചെയ്യും. ബട്ട് സ്പൈസസിൻ്റെ ഒക്കെ കാര്യം നമ്മൾക്ക് അങ്ങനെ ആ ഒരു ജനറൽ പ്രോസസ്സ് വഴിയല്ല, പ്രോസസ്സ് ചെയ്തിട്ടല്ല നമ്മൾ സ്പൈസസിനെ കളക്ട് ചെയ്ത് വെക്കുന്നതും ഒക്കെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യാണ് ഒന്നാമത്തെ കാര്യത്തിൽ. ബട്ട് അധികം ഈ പ്രോസസ്സിലും കൂടെ ഒന്നും പോകുന്നതുമില്ല. അതുകൊണ്ട് തന്നെ മൈക്രോബിയൽ ലോഡ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഹാർവെസ്റ്റ് ചെയ്യുന്ന മെത്തേഡ്സിൻ്റെ അകത്തും കളക്ട് ചെയ്യുന്ന മെത്തേഡ്സിൻ്റെ അകത്തും സ്റ്റോർ ചെയ്യുന്ന മെത്തേഡ്സിൻ്റെ അകത്ത് വഴിയെല്ലാം മൈക്രോബിയൽ ലോഡ് കമ്പാരിറ്റീവ്ലി അതർ ഫുഡ് സോഴ്സിനേക്കാൾ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അടുത്തൊരു കാര്യം, അതിനെ നമുക്ക് ചൂടാക്കാനും പറ്റത്തില്ല, ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ്സ് ഒന്നും യൂസ് ചെയ്യാനും പറ്റത്തില്ല. സോ ഉള്ളി ഒരു ഓപ്ഷൻ, നല്ലൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എപ്പോസൈഡ്സ് ആണ്. ബട്ട് എപ്പോസൈഡ്സിൻ്റെ ഹാർംഫുൾ സൈഡ് എന്താണ്, അത് ഭയങ്കര 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 മൈക്രോബിയൽ ആക്ഷനൊക്കെ കൂടെ ഒരു വീര്യം കൂടുതലുള്ള ആളാണ്. സോ നമുക്ക് അതിനെ കഴുകി പെട്ടെന്ന് യൂസ് ചെയ്യുക, ഉടനെ തന്നെ അതിനെ റിമൂവ് ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ആൻറ്റിബയോട്ടിക്സ്. ആൻറ്റിബയോട്ടിക്സ് എല്ലാവർക്കും അറിയാം. എന്താണ് ആൻറ്റിബയോട്ടിക്സ്? മൈക്രോബ്സിനെതിരെ നമ്മൾ യൂസ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസുകളാണ് ആൻറ്റിബയോട്ടിക്സ്. ജനറലി പറയുകയാണെന്നുണ്ടെങ്കിൽ നാച്ചുറലി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈക്രോബ്സ് തന്നെയാണ്, ഡിഫറെൻറ്റ് മൈക്രോബ്സ് തന്നെയാണ് ആൻറ്റിബയോട്ടിക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബട്ട് എന്തിനാണ്, പല രീതിയിലായിരിക്കും അതിൻ്റെ ആക്ഷൻ വരുന്നത്. ചിലതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സെൽ വോളിനെ ആയിരിക്കും ഡിസ്ട്രക്ട് ചെയ്യുന്നത്, ചിലതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ജനറ്റിക് മെറ്റീരിയലിനെ ആയിരിക്കും ഡിസ്ട്രക്ട് ചെയ്യുന്നത്, ചിലതാണെങ്കിൽ ഫർദർ ഗ്രോത്തിനെ ആയിരിക്കും ഇൻഹിബിറ്റ് ചെയ്യുന്നത്. അങ്ങനെ പലതരത്തിലായിരിക്കും ആൻറ്റിബയോട്ടിക്സ് വർക്ക് ചെയ്യുക. ബട്ട് ജനറലി പറയുകയാണെങ്കിൽ ദേ അഫക്ട് ദ growth and development, അല്ലെങ്കിൽ they kill microorganisms. So antibiotics are antimicrobial agents produced naturally by a variety of microorganisms. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. Their use in food preservation could lead to the development of resistant strains of organisms, thus making their medicinal use inactive. നമ്മൾ തന്നെ നമുക്കും പനി വരുമ്പോഴോ അല്ലെന്നുണ്ടെങ്കിൽ പല പല ഡിസീസസ് വരുമ്പോഴും നമ്മൾ എന്ത് യൂസ് ചെയ്യും, ഇൻഫെക്ഷൻസ് ഉണ്ടാകുമ്പോഴത്തേക്ക് ആൻറ്റിബയോട്ടിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. കാരണം അതൊക്കെ ഇത് കോസറ്റീവ് ഓർഗാനിസം. ബട്ട് അങ്ങനെ വരുമ്പോൾ നമ്മളത് പ്രിസർവേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, എന്തൊരു കാര്യമാണെങ്കിലും അമിതമായി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ഉണ്ടാവും. സോ മൈക്രോ ഓർഗാനിസംസ് ഈ ആൻറ്റിബയോട്ടിക്സിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അതിനെയും അത് കടന്ന് ഇവേഡ് ചെയ്യാനായിട്ട് പുതിയ മെക്കാനിസംസ് രൂപപ്പെടും. പല രീതിയിൽ അത് റെസിസ്റ്റൻസ് രൂപപ്പെടാം. പലതര മെക്കാനിസംസ് യൂസ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഈ ആൻറ്റിബയോട്ടിക്സ് ഏത് എൻസൈമിനെയാണോ അല്ലെങ്കിൽ ഏത് പ്രോട്ടീനെയാണോ അഫക്റ്റ് ചെയ്യുന്നത് അതിന് പകരം വേറൊരു സിമിലർ ഫങ്ഷൻ കാണിക്കുന്ന വേറൊരു പ്രോട്ടീനെ അത് ഇവോൾവ് ചെയ്തെടുക്കാം. അങ്ങനെ മ്യൂട്ടേഷൻ സംഭവിച്ച് പലതരത്തിലുള്ള മൈക്രോ ഓർഗാനിസംസ്, കാരണം അവർ പെട്ടെന്ന് വളരുന്നവരായതുകൊണ്ട് കുറച്ച് ജീൻസേ ഉള്ളൂ, പെട്ടെന്ന് മ്യൂട്ടേഷൻസ് സംഭവിക്കും, പെട്ടെന്ന് അതുകൊണ്ട് റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്തെടുക്കും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ആൻറ്റിബയോട്ടിക്സ് ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ കറക്റ്റ് ടൈമിൻ്റെ അകത്ത് നമ്മളത് എടുത്തില്ലെന്നുണ്ടെങ്കിൽ ഈ കഴിച്ച ആൻറ്റിബയോട്ടിക്സ് വേസ്റ്റ് ആവും. മാത്രമല്ല ആവശ്യമില്ലാതെ ആൻറ്റിബയോട്ടിക്സ് കഴിച്ചാലും നമുക്കത് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള മൈക്രോബ്സ് ഉണ്ടാകുന്നതിന് കാരണമായി തീരും. സോ കറക്റ്റ് ടൈമിനായിട്ട് എത്ര നാളത്തേക്കാണോ ഡോക്ടർ പറഞ്ഞത് ആ കറക്റ്റ് നാളത്തേക്ക് നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം, നിർത്താൻ പാടില്ല. ഇതൊക്കെയാണ് ആൻറ്റിബയോട്ടിക്സിൻ്റെ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ റെസിസ്റ്റൻസ് സ്ട്രെയിൻസ് ഡെവലപ്പ് ചെയ്യും. ഇപ്പം ഇന്ന് ഉച്ചയ്ക്ക് കഴിച്ചു അല്ലെന്നുണ്ടെങ്കിൽ ഇന്ന് രാവിലെ കഴിച്ചു, അടുത്ത ദിവസം രാവിലെ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് കുറഞ്ഞു വെച്ചിരിക്കുന്ന സാധനം അടുത്ത ദിവസം കൊണ്ട് കൂടും. ദെൻ അടുത്ത് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസമാണെന്നുണ്ടെങ്കിൽ പോലും അത് കുറച്ച് കുറയും. ഇപ്പം നമ്മൾ വാക്സിൻസ് ഒക്കെ എടുക്കുന്ന കണക്ക് അത് കുറച്ചൊന്ന് സപ്രസ് ചെയ്യും, ദെൻ അത് ഹൈലൈറ്റ് ചെയ്ത് വരുന്ന കണക്ക് ഇത് എന്ത് ചെയ്യും, ഇങ്ങനെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു
താന്ന് പോന്നിരിക്കുന്നതിന് പകരം ഇതിങ്ങനെ കൂടി കുറഞ്ഞിരിക്കും. അവസാനം ഇത് വന്നാലും ആൻറ്റിബയോട്ടിക്സ് വന്നോ മൈക്രോബ്സിനൊന്നും ഒരു വിലയില്ലാതെ അതിനെ അഫക്റ്റ് ചെയ്യാതെ പോകും. അതിനാണ് റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. സോ അതുകൊണ്ട് നമ്മൾ ഫുഡ് സ്റ്റഫ്സിൻ്റെ അകത്ത് ആൻറ്റിബയോട്ടിക്സ് കില്ല് ചെയ്യുന്നതിന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നടന്ന മൈക്രോബ്സ് അതിനെ റെസിസ്റ്റൻ്റ് ആയിട്ട് മാറും. So therefore the use of antibiotics as food preservatives is not permitted in certain countries. അതുകൊണ്ട് തന്നെ പല കൺട്രീസും അത് ആൻറ്റിബയോട്ടിക്സ് ഫുഡ് പ്രിസർവേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ബാൻ ചെയ്തിട്ടുണ്ട്. While some countries allow the limited use of relatively few antibiotics. ചില മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാത്ത, നമ്മൾ ജനറലി മെഡിക്കൽ പർപ്പസിനായിട്ട് യൂസ് ചെയ്യാത്ത ആൻറ്റിബയോട്ടിക്സുകളുണ്ടല്ലോ, കുഞ്ഞു ആൻറ്റിബയോട്ടിക്സ്, അങ്ങനെയുള്ള ആൻറ്റിബയോട്ടിക്സ് ചില കൺട്രീസ് ചെറിയ തോതിൽ യൂസ് ചെയ്യാനായിട്ട് അനുമതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൻ്റെ അകത്ത് വരുന്നത് ദീസ് ഇൻക്ലൂഡ് നിസിൻ, പിയാമാരസിൻ, ക്ലോറോടെട്രാസൈക്ലിൻ ഓർ യൂറോമൈസിൻ, then and oxytetracycline or terramycin. പലതരത്തിലുള്ള ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് പഠിച്ചു വെച്ചോണം ഏതൊക്കെ ആൻറ്റിബയോട്ടിക്സ് ആണ് നമ്മൾ ഫുഡ് പ്രിസർവേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നിസിൻ ഈസ് യൂസ്ഡ് ടു കൺട്രോൾ ദ ഗ്രോത്ത് ഓഫ് സ്പോർ ഫോമിംഗ് ബാക്ടീരിയ. ഏത് മൈക്രോബിനെതിരെയാ? സ്പോർ ഫോമിംഗ് ബാക്ടീരിയക്കെതിരെയായിട്ടാണ് നിസിൻ എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്യുന്നത്. ഏത് ഫുഡ് പ്രോഡക്റ്റിലാണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഡയറി പ്രോഡക്ട്സ് സച്ച് ആസ് ചീസ് ആൻഡ് കണ്ടൻസ്ഡ് മിൽക്കിലും ചീസിൻ്റെ അകത്തും ഡയറി പ്രോഡക്ട്സിൻ്റെ അകത്തൊക്കെയാണ് എന്ത് യൂസ് ചെയ്യുന്നത്? നിസിൻ യൂസ് ചെയ്യുന്നത്. നിസിൻ ഈസ് നോൺ ടോക്സിക് ടു ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് ഡസ് നോട്ട് ലീഡ് ടു ക്രോസ് റെസിസ്റ്റൻസ് വിത്ത് മെഡിക്കൽ ആൻറ്റിബയോട്ടിക്സ്. ഒന്നെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ അകത്ത് ഒരു ആൻറ്റിബയോട്ടിക്സ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും നമ്മളത് കണ്ടിന്യൂസ്ലി ആൻറ്റിബയോട്ടിക്സ് എടുക്കാറില്ല, കുറച്ച് പീരീഡിലേക്ക് മാത്രമാണ് എടുക്കുന്നത്. മാത്രമല്ല ആൻറ്റിബയോട്ടിക്സ് തുടർച്ചയായിട്ട് കഴിക്കുന്നത് എന്തിനെ അഫക്റ്റ് ചെയ്യും? നമ്മുടെ ഫ്രണ്ട്ലി മൈക്രോബ്സിനെ, ഫ്രണ്ട്ലി ബാക്ടീരിയാസിനൊക്കെ അഫക്റ്റ് ചെയ്യും. നമ്മുടെ ഒരു ജനറൽ ആയിട്ടുള്ള നമുക്കുണ്ടൊരു മൈക്രോബിയൽ ഫ്ലോറ. ജനിക്കുന്ന സമയം മുതൽ നമ്മുടെ പല ബോഡി പാർട്സിൻ്റെ അകത്തും ഫ്രണ്ട്ലി മൈക്രോബ്സ് ഉണ്ട്. അവർ നമ്മുടെ ഇമ്മ്യൂണിറ്റിക്കും ഫുഡ് അബ്സോർപ്ഷനും അങ്ങനെ പല ഫങ്ഷൻ, ഈവൻ ഇൻ്റലിജൻസിനകത്ത് പോലും ദേ ഹാവ് റോൾ. അപ്പം ആ ഫ്രണ്ട്ലി മൈക്രോബ്സിനെയൊക്കെ അഫക്റ്റ് ചെയ്യും ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അധികം അങ്ങനെ യൂസ് ചെയ്യാൻ സമ്മതിക്കാത്തതിൻ്റെ ഒരു റീസണും. അപ്പോൾ ആ ഒരു നിസിൻ ആണെന്നുണ്ടെങ്കിൽ നോൺ ടോക്സിക്കും ആണ്, പിന്നെ ടോക്സിക് ആവാം, ഹ്യൂമൻസിനും ടോക്സിക് ആയിട്ട് മാറാം. ചില ആൻറ്റിബയോട്ടിക്സ് ഒരേ സമയം നമ്മുടെ ഹ്യൂമൻ സെൽസിൻ്റെ അകത്തും യൂക്കാരിയോട്ടിക് സെൽസിനും പ്രോകാരിയോട്ടിക് സെൽസിനും അഫക്റ്റ് ചെയ്യും. ചില ആൻറ്റിബയോട്ടിക്സ് നമ്മൾ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ആ എക്സാമ്പിൾസ് എല്ലാം നമുക്ക് ഹ്യൂമൻസിന് പ്രോബ്ലം ആയിട്ട് ഉള്ള ആൻറ്റിബയോട്ടിക്സിന് എക്സാമ്പിളാണ്. നമ്മൾ കീമോതെറാപ്യൂട്ടിക് ഡ്രഗ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ കണക്കുള്ള ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്യുകയാണെങ്കിലും അതെങ്ങനെയാണ്, നമ്മൾ കുട്ടികൾക്കൊന്നും അത് കൊടുക്കത്തില്ല. കാരണം അതിൻ്റെ അകത്ത് ഫാസ്റ്റ് ഡിവൈഡ് ചെയ്യുന്ന ഗ്രോത്ത് ചെയ്യുന്ന സെൽസിനെയാണ് ഈ ആൻറ്റിബയോട്ടിക്സ് മെയിൻലി ടാർഗറ്റ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് അകത്ത് യൂസ് ചെയ്യുന്ന മെഡിസിൻസും അല്ലെന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ക്യാൻസർ സെൽസ് പെട്ടെന്ന് റാപ്പിഡായിട്ട് ഗ്രോ ചെയ്യും. ആ ഒരു പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് എല്ലാ ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സും പോയിരിക്കുന്നത്. കുഞ്ഞുങ്ങളിലാണെന്നുണ്ടെങ്കിലും പ്രഗ്നന്റ് ലേഡീസിൻ്റെ അകത്താണെങ്കിലും ഈ ഒരു ഗ്രോത്ത് നടക്കുന്ന കാരണം ആ നോർമൽ സെൽസിനും ഈ ഒരു പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് അവരുടെ ഗ്രോത്തിനെയും ഡെവലപ്മെൻറ്റിനെയും മൊത്തം ബാധിക്കും. സോ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, ഫുഡായിട്ടൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സോ നിസിൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പിയാമാരസിൻ, ദാറ്റ് ഈസ് ആൻ ആൻറ്റിഫംഗൽ സബ്സ്റ്റൻസ് which is used to control the growth of fungi. മൈക്രോബ് ഏതാണ്? ഫംഗസിനെതിരെയാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ചീസ് ആൻഡ് സോസേജസ്. സോസേജിനകത്തും ചീസിനകത്തുമാണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് ടോക്സിസിറ്റി ഇൻ ഹ്യൂമൻ ബീങ്സ് ഇസ് വെരി ലോ ആൻഡ് ഇറ്റ്സ് ആക്റ്റീവ് ഇൻ ലോ കോൺസെൻട്രേഷൻ സച്ച് എസ് 10 to 100 പാർട്സ് പെർ മില്യൻ്റെ അകത്ത്, ഭയങ്കര ലോ കോൺസെൻട്രേഷൻ്റെ അകത്ത് ഇത് വർക്ക് ചെയ്യും. സോ കുറച്ച് ഇത് ചെയ്താൽ മതി എന്നുള്ള കണ്ടീഷൻ വെച്ചിട്ട് പിയാമാരസിനും യൂസ് ചെയ്യാറുണ്ട്. ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ chlorotetracycline and oxytetracycline. They are used to control the growth of bacteria. Microbe ഏതാണ്? Bacteria in the fish and poultry. Food ഏതാണ്? ഫിഷിൻ്റെ അകത്തും പിന്നെ പോൾട്രിക്കകത്തും നമ്മൾ എഗ്ഗിൻ്റെ അകത്തും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പോൾട്രി പ്രോഡക്ട്സിൻ്റെ അകത്തൊക്കെ യൂസ് ചെയ്യാറുണ്ട്. Then the residual antibiotics are destroyed by use of cooking methods. ഹീറ്റിൻ്റെ അകത്ത് ഡിസ്ട്രോയിഡ് ആകുന്ന ആൻറ്റിബയോട്ടിക്സ് ആണ് chlorotetracycline and oxytetracycline.
ചീസൊക്കെ നമ്മൾ അങ്ങനെ അങ്ങ് ഫുഡിനകത്ത് ഡയറക്റ്റ് ആയിട്ട് എപ്പോഴും ഹീറ്റ് ചെയ്യണമെന്നില്ല, കുക്കിംഗ് പ്രോസസ്സിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഈ പ്രോഡക്റ്റ്സ് അതിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഓരോന്നിൻ്റെയും ഓരോ പ്രിസർവേറ്റീവിനെ എന്തുകൊണ്ടാണ് നമ്മൾ ഓരോ പ്രിസർവേറ്റീവിനെ പഠിച്ചപ്പോൾ ഏതൊക്കെ സ്റ്റഫിൻ്റെ അകത്താണ് അല്ലെങ്കിൽ ഏതൊക്കെ ഫുഡ് സ്റ്റഫ്സിൻ്റെ അകത്താണ് യൂസ് ചെയ്യുന്നത് നോക്കിയേ. എല്ലാ ഫുഡും ഒരേ ടൈപ്പിലല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, പലതരത്തിലാണ് യൂസ് ചെയ്യുന്നത്. ദെൻ എല്ലാ പ്രിസർവേറ്റീവിലും ഒരേ കണക്കല്ല അതിൻ്റെ മോഡ് ഓഫ് ആക്ഷൻ, ഒരേ പ്രോപ്പർട്ടീസും അല്ല, കെമിക്കൽ പ്രോപ്പർട്ടീസ് ഡിഫറെൻറ്റാണ്. അപ്പം ഫുഡിൻ്റെ അകത്ത് യൂസ് ചെയ്യുമ്പോൾ ഫുഡിൻ്റെ ന്യൂട്രീഷനെയോ അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിറ്റിനെയോ അതൊന്നും ഇത് അഫക്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പം അങ്ങനെ വേണം നമ്മൾ പ്രിസർവേറ്റീവ്സ് ചൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഈ ലോങ് ലിസ്റ്റ് ഓഫ് ഫുഡ് പ്രിസർവേറ്റീവ്സിനെ നമ്മൾ പഠിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഇസ് ഡൈഇഥൈൽ. ഫൈനലാണ്, വേറെ ഇനി ഞാൻ പറയുന്നില്ല. ഡൈഇഥൈൽ പൈറോകാർബണേറ്റ്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ആൻ ആൻറ്റി മൈക്രോബിയൽ ഫുഡ് അഡിറ്റീവ് ഫോർ fruit juices, wines and carbonated beverages. കാർബണേറ്റഡ് ബിവറേജസിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന രണ്ടാമത്തെ മെത്തേഡാണിത്. ഇത് യൂസ് ചെയ്യണേ. അപ്പം കാർബണേറ്റഡ് ബിവറേജസിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത് ഏതൊക്കെ, മീറ്റിൻ്റെ അകത്തും ഫിഷിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ഏതൊക്കെ, വെജിറ്റബിൾസിനകത്ത് യൂസ് ചെയ്യുന്ന ഏതൊക്കെ, ഇതെല്ലാം ആ ടേബിൾ നോക്കുമ്പോൾ ക്ലിയർ ആണ്. സോ അതാണ് ഞാൻ ടേബിളാക്കി പറഞ്ഞത്. അപ്പോൾ ഫുഡായി, ഇതിൻ്റെ അകത്തോളം ഫുഡ് ആപ്ലിക്കേഷനായി. ദെൻ ഇറ്റ് ആക്ട്സ് ആസ് എ കോൾഡ് സ്റ്റെറിലൈസിങ് ഏജന്റ്. നമുക്കിവിടെ ഹീറ്റ് ഒന്നും കൊടുക്കണ്ട. അതുകൊണ്ടാണ് കാർബണേറ്റഡ് ബിവറേജസിൻ്റെ അകത്തൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഹീറ്റിംഗ് പ്രോസസ്സ് വേണ്ടാത്തതിൻ്റെ അകത്തൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പം ഹീറ്റിംഗ് ചെയ്യാൻ പറ്റാത്ത പ്രോഡക്ട്സിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഡൈഇഥൈൽ പൈറോകാർബണേറ്റ്. It acts as a cold sterilizing agent for aqueous solutions. Its advantage is that following its action, it is readily hydrolyzed to ethanol and carbon dioxide. നമുക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇനി കൂടുതൽ പണിക്കൊന്നും പോകണ്ട. നേരത്തെ നമ്മൾ ആൻറ്റിബയോട്ടിക്സിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ചൂടാക്കിയാണ് അതിൻ്റെ എഫക്റ്റ് കളയുന്നത്, കാരണം നമുക്കത് ടോക്സിക് ആയതുകൊണ്ട്. എപ്പോസൈഡ്സിനെ കുറിച്ച് പഠിച്ചപ്പോഴത്തേന് എന്ത് ചെയ്തു, ഫ്ലഷിങ് അല്ലെന്നുണ്ടെങ്കിൽ ഇവാക്വേഷൻ മെത്തേഡ്സ് യൂസ് ചെയ്യും, ഹൈലി പൊട്ടൻ്റ് ആയതുകൊണ്ട്. അപ്പം ഇവിടെ ആണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, ഇതാണെങ്കിൽ പെട്ടെന്ന് എത്തനോളും കാർബൺ ഡയോക്സൈഡും ആയിട്ട് മാറും. കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ആണ് പൊക്കോളും. എത്തനോളും എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആവിയായി പോകുന്ന, വേപ്പറൈസ് ചെയ്ത് പോകുന്ന ആൽക്കഹോളാണ്. കുറച്ച് നേരം തുറന്ന് വെച്ചാൽ തന്നെ എത്തനോൾ വേപ്പറൈസ് ചെയ്ത് പോകും. അപ്പം അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് അതിൻ്റെ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആവശ്യമുള്ള ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് പെട്ടെന്ന് ഇവാപ്പറേറ്റ് ചെയ്ത് പൊക്കോളും. ഇറ്റ് ഈസ് ആക്റ്റീവ് ഇൻ ലോ കോൺസെൻട്രേഷൻസ് 120 to 300 parts per million, but in concentration solution it is an irritant. നമുക്ക് ഇറിറ്റേഷൻ, അലർജി കോസ് ചെയ്യാനായി അല്ലെങ്കിൽ ഇറിറ്റേഷൻസ് ഒക്കെ കോസ് ചെയ്യാനായിട്ട് DEPC, ഡൈഇഥൈൽ പൈറോകാർബണേറ്റ്, DEPC. ഇത് പെട്ടെന്ന് തന്നെ കണ്ടപ്പോൾ ഓർത്താണ്. നമ്മൾ ജനറലി RNA ഐസൊലേഷൻ്റെ അകത്തൊക്കെ അങ്ങനെയുള്ള RNA വെച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സിൻ്റെ അകത്തൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കെമിക്കലാണ് ഈ DEPC അല്ലെങ്കിൽ DEPC എന്ന് പറയുന്നത്. RNases എൻസൈംസ് ഒക്കെ ജനറലി ഇവിടെ എല്ലാം പ്രസൻ്റ് ആയിട്ടുണ്ട്. ഈവൻ നമ്മുടെ തുമ്പിനകത്തും അവിടെ ഇവിടെ എല്ലാം പ്രസൻ്റ് ആയിരിക്കുന്നുണ്ട്. സോ അവരെ ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് നമ്മൾ ഈ DEPC ട്രീറ്റഡ് വാട്ടർ ഉപയോഗിച്ചിട്ടാണ് ഈവൻ എല്ലാ ഇൻസ്ട്രുമെൻസും യൂസ് ചെയ്യുന്നത്. അതിൽ ട്രീറ്റ് ചെയ്ത വാട്ടർ ഉപയോഗിച്ചിട്ടാണ്. ജസ്റ്റ് ഒരു അഡീഷണൽ പോയിന്റ്. അതായത് RNA പ്യൂരിഫിക്കേഷൻ മെത്തേഡ്സിൻ്റെ അകത്തും ട്രീറ്റ്മെൻറ്റ് അകത്തും ഉപയോഗിക്കുന്ന സാധനങ്ങളും വാട്ടറും എല്ലാം ഈ DEPC വെച്ച് ട്രീറ്റ് ചെയ്തിട്ടുള്ളതാണ്. ആ RNA ന്യൂക്ലിയേസസ് അതായത് RNAയും DNA-നെയും ഡീഗ്രേഡ് ചെയ്യുന്ന എൻസൈംസ് ആണ് ന്യൂക്ലിയേസസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻഹിബിറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു കെമിക്കൽ യൂസ് ചെയ്യും. അത് തന്നെയാണ് ഇവിടെ പ്രിസർവേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നതും ഇത് തന്നെയാണ്. ഇതാണെങ്കിൽ അതിൻ്റെ ഗ്രോത്തിനെ, മൈക്രോബിയൽ ഗ്രോത്തിനെ ഒക്കെ ഇൻഹിബിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ എൻസൈംസിനെ, ഇങ്ങനെയുള്ള എൻസൈംസിനെ ഇൻഹിബിറ്റ് ചെയ്തുകൊണ്ടാണ്. ദെൻ ഇറ്റ് ഈസ് ലൈക്ലി ടു റിയാക്ട് വിത്ത് അമോണിയ വിച്ച് ഈസ് എ യുബിക്വിറ്റസ് ഇൻ പ്ലാന്റ് ആൻഡ് ആനിമൽ ടിഷ്യൂസ് ഫോമിങ് യൂറീത്തേൻ വിച്ച് ഈസ് എ കാർസിനോജൻ. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ലൈക്ലി ടു റിയാക്ട് വിത്ത് അമോണിയ ആയിട്ട് റിയാക്ട്. നമ്മുടെ ബോഡിക്കകത്തെല്ലാം അമോണിയ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട് ആദ്യത്തെ ബൈ പ്രോഡക്റ്റ് ആയിട്ട്. ബട്ട് ഉടനെ തന്നെ നമ്മൾ കൺവേർട്ട് ചെയ്ത് മാറ്റാറുമുണ്ട്, കാരണം ടോക്സിക് ആയതുകൊണ്ട്. ബട്ട് അതുമായിട്ട് ജനറലി കാണുന്നതായതുകൊണ്ട് അമോണിയ ജനറലി പ്രൊഡ്യൂസ് ചെയ്യുന്ന കുഞ്ഞ് എമൗണ്ടിലായിട്ടുള്ളത് കാരണവും ഉള്ളതുകൊണ്ട്
അതുമായിട്ട് അമോണിയ ആയിട്ട് റിയാക്ട് ചെയ്ത് യുറേത്തേൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടാവും. ആ കോമ്പൗണ്ട് ഇസ് എ കാർസിനോജൻ, ക്യാൻസർ കോസിങ് ആണ്. അതാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ്. ബട്ട് നേരത്തെ പറഞ്ഞ കണക്ക് കുറച്ച് എമൗണ്ടിൽ മതിയെങ്കിലും പെട്ടെന്ന് എന്ത് ചെയ്യാം, പെട്ടെന്ന് വേപ്പറൈസ് ചെയ്ത് പോകും. അപ്പോൾ ചെറിയ രീതിയിലാണെങ്കിലും കാർസിനോജൻ ആണ്. ബട്ട് അധിക നേരം കുറച്ച് നേരം എയറിൽ എക്സ്പോസ് ചെയ്തൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മെയിൻലി ഇവാപ്രൈസ് ചെയ്ത് പൊക്കോളും. വലിയ അപകടകാരിയല്ല. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം സെലക്ട് ചെയ്തിട്ടുള്ള കുറച്ച് അവൈലബിൾ അല്ലെങ്കിൽ പെർമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രിസർവേറ്റീവ്സ് ആണ്. ദെൻ ഈ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ്റെ അകത്ത് കൊടുത്തേക്കുന്ന ഒരു നമ്പറാണ്. യൂറോപ്യൻ യൂണിയൻ നമ്പറാണ്. ഓരോ കെമിക്കൽസിനും കൊടുത്തേക്കുന്ന അവരുടെ ഇൻഡെക്സ് നമ്പറാണ്. സോ ഏകദേശം ഈ നമ്പർ 200 to 299 വരെയാണ് കെമിക്കൽ പ്രിസർവേറ്റീവ്സിന് കൊടുത്തേക്കുന്ന നമ്പർ. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന ഈ നമ്പേഴ്സ് എല്ലാം കെമിക്കൽ പ്രിസർവേറ്റീവ്സ് ആണ്. ഈ 200 to ഈ 220 ഈ 299 വരെ. ഈ ഒരു ടേബിൾ ജസ്റ്റ് കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. യു ക്യാൻ ഗോ ത്രൂ ഇറ്റ്, ദാറ്റ്സ് ഓൾ. കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. നമ്മളിപ്പോൾ പഠിച്ചേക്കുന്ന 12 ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുന്നത് നന്നായിരിക്കും. ദാറ്റ്സ് ഓൾ, ഇത്രയേ ഉള്ളൂ. അപ്പം ഞാൻ ഇതുവരെ പറഞ്ഞത് വലിയ കാര്യങ്ങളൊന്നുമില്ല, കുറേ പോയിന്റ്സ് ആണ്. അത് ഓരോ പ്രിസർവേറ്റീവും ഏത് ഫുഡ് സ്റ്റെപ്പിൽ യൂസ് ചെയ്യുന്നു, ഏത് മൈക്രോബ്സിനെതിരെ യൂസ് ചെയ്യുന്നു, എന്താണ് അതിൻ്റെ മോഡ് ഓഫ് ആക്ഷൻ, ഡിസഡ്വാൻറ്റേജ് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് നോക്കിയാൽ മതി. ദാറ്റ്സ് ഓൾ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കോമൺ ഫങ്ഷൻ ഓഫ് പ്രിസർവേറ്റീവ്? പ്രിസർവേറ്റീവ് എന്തിനാണ് ആഡ് ചെയ്യുന്നത്? എൻഹാൻസിങ് ഫ്ലേവർ, നോ. ഇൻഹിബിറ്റിംഗ് മൈക്രോബൽ ഗ്രോത്ത്, ഇംപ്രൂവിങ് കളർ, റെഡ്യൂസിങ് ഫാറ്റ് കണ്ടന്റ്. മെയിനായിട്ട് പ്രിസർവേറ്റീവ്സിനെ കുറിച്ച് പറയുമ്പോൾ അവരുടെ മെയിൻ പർപ്പസ് എന്താണ്? ഇൻഹിബിറ്റിംഗ് മൈക്രോബൽ ഗ്രോത്ത്. ഓപ്ഷൻ ബി. Then next question, sodium chloride is primarily used in food preservation because it enhances flavor, causes dehydration of food and inhibits microbial growth, improves texture, increases nutritional value. എന്താണ് മെയിൻ അവരുടെ ഫംഗ്ഷൻ? causes dehydration of food and inhibits microbial growth. ഫ്ലേവർ കൂട്ടാൻ നമ്മൾ ഉപ്പിടാറുണ്ട്, ബട്ട് പ്രിസർവേറ്റീവ് ആയിട്ട് ഇതാണ് അവരുടെ ക്വസ്റ്റ്യൻ. ഫുഡ് പ്രിസർവേഷൻ്റെ അകത്ത് എന്താ ഇതിൻ്റെ യൂസേജ്? മൈക്രോബൽ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുക. ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ ടേം ബ്രൈൻ റെഫേഴ്സ് ടു? എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് ഷുഗർ ഇൻ വാട്ടർ, ഷുഗർ വെള്ളം അല്ലെങ്കിൽ പഞ്ചസാര വെള്ളത്തിനെയാണോ ബ്രൈൻ സൊല്യൂഷൻ എന്ന് പറയുന്നത്? കോൺസെൻട്രേഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ് ഇൻ ദ വാട്ടർ. ഇപ്പം ഉപ്പ്, സോൾട്ട് എന്ന് പറഞ്ഞാലും സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാലും ഒന്നാണ് എന്ന് ഓർക്കണം. വെൻ യൂസ്ഡ് ഇൻ ഫുഡ്, നോർമലി നമ്മൾ പറയുന്ന കോമൺ സോൾട്ട്. യെസ്. അപ്പോൾ എന്താണ്? എ സൊല്യൂഷൻ ഓഫ് വിനീഗർ ആൻഡ് വാട്ടർ, ദ ലെവൽ ഓഫ് അസിഡിറ്റി ഇൻ എ ഫുഡ് പ്രോഡക്റ്റ്. എന്താണ് ബ്രൈൻ സൊല്യൂഷൻ? ഓപ്ഷൻ ബി, കോൺസെൻട്രേഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ് ഇൻ വാട്ടർ. ഇപ്പോൾ ഉള്ളതിനാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the preservative action of sugar is due to. എന്തുകൊണ്ടാണ് ഷുഗറിന് പ്രിസർവേറ്റീവ് ആക്ഷൻ ഉള്ളത്? ലോ pH, high osmotic pressure that inhibits microbial growth, it reacts with protein, its ability to enhance color. എന്താണ്? ഓപ്ഷൻ ബി, high osmotic pressure that inhibits microbial growth. Next question, which of the following substance can be used to improve the preservative action of common sugar? കോമൺ ഷുഗറിൻ്റെ പ്രിസർവേറ്റീവ് ആക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? എന്ത് ആഡ് ചെയ്യണം? സോഡിയം ക്ലോറൈഡ്, കുറച്ച് ഉപ്പിട്ടാൽ മതിയോ. ദെൻ സോർബിക് ആസിഡ് ആഡ് ചെയ്യുക. ഇൻവെർട്ടേസ് എൻസൈം യൂസ് ചെയ്യുക. ബെൻസോയിക് ആസിഡ് യൂസ് ചെയ്യുക. എന്താണ് ഇത്? കഴിഞ്ഞ ക്ലാസ്സിൽ വെച്ചിട്ട് നമുക്ക് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഷുഗറിൻ്റെ അകത്ത്, കോമൺ ഷുഗറിൻ്റെ അകത്ത്, സൂക്രോസിൻ്റെ അകത്ത് ആക്ട് ചെയ്യുന്ന എൻസൈം ഏതാണ്? ഇൻവെർട്ടേസ്. ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൾഫർ ഡയോക്സൈഡ് ഈസ് കോമൺലി യൂസ് ടു പ്രിസർവ്. ഏത് മെറ്റീരിയൽ അല്ലെ ഏത് ഫുഡ് സ്റ്റഫ് പ്രിസർവ് ചെയ്യാനാണ് സൾഫർ ഡയോക്സൈഡ് യൂസ് ചെയ്യുന്നത്? മീറ്റ് പ്രോഡക്ട്സ്, ഡയറി പ്രോഡക്ട്സ്, ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസ്, ഗ്രെയിൻസ്. എന്താണ്? ഓപ്ഷൻ സി, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്.
Option C, fruits and vegetables. Next question. One of the major drawback of using sulfur dioxide as a preservative is that it reduces. Drawback ആണ് ചോദിച്ചിരിക്കുന്നത്, disadvantage ആണ് ചോദിച്ചിരിക്കുന്നത്. Then reduces sugar content, leaves the aftertaste and breaks down vitamin B1. ഈ പോയിന്റ് നമ്മൾ പഠിച്ചതാണ്. Then causes increases in fat content, no, inhibits small growth. Disadvantage ആണ് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ആഫ്റ്റർ എഫക്റ്റ്. ഒരു സൾഫർ ഡയോക്സൈഡ് യൂസ് ചെയ്യുന്ന ഒരു കെമിക്കൽ ടേസ്റ്റ് ആണ്, മാത്രമല്ല വിറ്റമിൻ B1 ഹൈഡ്രോളൈസ് ചെയ്ത് കളയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോഡിയം നൈട്രൈറ്റ് ഇൻ ക്യൂർഡ് മീറ്റ്സ് is mainly used to improve the flavor, inhibit growth of bacteria and stabilize color, increase nutrients, reduce water content. എന്തിനാണ് സോഡിയം നൈട്രേറ്റ് യൂസ് ചെയ്യുന്നത്? inhibit growth of bacteria and stabilize color. Option B. The next question. Nitrate curing can inhibit the growth of. Nitrate curing കാരണം നമുക്ക് ഏതൊക്കെ ഓർഗാനിസത്തിലാണ് അതിൻ്റെ ആക്ഷൻ ഉള്ളത്? Yeast, viruses, Clostridium and Streptococcus moles. ഇതിനകത്താണ് bacterial species of Clostridium and Streptococcus. Option C. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What harmful compound can form when nitrite cured meat is cooked? നമ്മൾ പറഞ്ഞു നൈട്രൈറ്റ് യൂസ് ചെയ്യുമ്പോഴത്തേക്കൊരു കാർസിനോജൻ ഫോം ചെയ്യും. ആ കാർസിനോജൻ്റെ പേരെന്താ? സോഡിയം ക്ലോറൈഡ്, നോ. N-nitrosamine, സൾഫർ ഡയോക്സൈഡ്, സോഡിയം അസിറ്റേറ്റ്. എന്താണ്? ഓപ്ഷൻ ബി, N-nitrosamines. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Sorbic acid is most effective against. എന്തിനെതിരെയാണ് സോർബിക് ആസിഡ് യൂസ് ചെയ്യുന്നത്? മോൾസ് ആൻഡ് ഈസ്, വൈറസസ്, ഓൾ ബാക്ടീരിയ, സ്പോർസ്. ഏതിനെതിരെയാണ്? മോൾസ് ആൻഡ് ഈസ്. ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഫുഡ് പ്രോഡക്ട്സ് commonly use sorbic acid as a preservative? Sorbic acid ഏത് പ്രോഡക്ട്സിലാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്? ഡയറി പ്രോഡക്ട്സ് ആൻഡ് ബേക്ഡ് ഗുഡ്സ്, മീറ്റ് ആൻഡ് പോൾട്രി, വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്, ഫിഷ് ആൻഡ് സീ ഫുഡ്. ഏതിനകത്താണ്? ഓപ്ഷൻ എ, ഡയറി പ്രോഡക്ട്സ് ആൻഡ് ബേക്ഡ് ഗുഡ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The antimicrobial action of sorbic acid is related to. Sorbic acidന്റെ antimicrobial action എന്ത് കാരണമാണ്? Ability to reduce water activity, no. Its conjugated unsaturated structure, its high pH level, its ability to change the color of food. Sorbic acid causes unsaturated structure. Option B. Sorbic acid causes production of conjugated unsaturated structures. അതെന്ത് ചെയ്യാൻ പറ്റത്തില്ല? അത് മൈക്രോബ്സിന് യൂസ് ചെയ്യാൻ പറ്റാതെ വരും. മൈക്രോബ്സ് inability to metabolize conjugated unsaturated structure. So sorbic acid forms എന്താണ്? unconjugated unsaturated fatty acids. ഓക്കെ, ക്ലിയർ ആയോ ഈ കൺസെപ്റ്റ്? ഇവിടെ എന്തോ ഒരു. Then next question. Acetic acid is most commonly used in the preservation of dairy products, pickled vegetables, confectionery, canned meat. ഇതിനകത്താണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന അസിറ്റിക് ആസിഡ്? ഓപ്ഷൻ ബി, pickled vegetables. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following acids is found in vinegar? വിനീഗർ എന്ന് പറയുമ്പോൾ ഏത് ആസിഡാണ്? ബെൻസോയിക് ആസിഡ്, പ്രൊപ്പിയോണിക് ആസിഡ്, അസിറ്റിക് ആസിഡ്, സോർബിക് ആസിഡ്. ഏത് ആസിഡാണ്? 4% അസിറ്റിക് ആസിഡ്. Answer C. Next question. The antimicrobial effectiveness of acetic acid increases when antimicrobial acetic acid inde
ആൻറ്റിമൈക്രോബിയൽ പ്രോപ്പർട്ടി ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യണം, pH കുറയ്ക്കണം. കമ്പൈൻ വിത്ത് സോഡിയം ക്ലോറൈഡ് ഇറ്റ് ഈസ് ആഡഡ് ടു മീറ്റ്സ്. എപ്പോഴാണ്? pH കുറയ്ക്കുമ്പം, അതായത് അസിഡിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ. ഓപ്ഷൻ ബി, pH decreases. Next question. Propionic acid is particularly effective in inhibiting. ഏതാണ് propionic acid? എന്തിനെതിരെയാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്? Molds and certain bacteria, viruses, yeast and spores. എന്തിനെതിരെയാണ്? ഓപ്ഷൻ എ, molds and certain bacteria. The next question. In which food product is propionic acid extensively used? Canned vegetables, dairy products, baked food, fresh fruit. ഏതിൻ്റെ അകത്താണ് മെയിൻ ആയിട്ട് പ്രൊപ്പിയോണിക് ആസിഡ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ സി, ബേക്ക്ഡ് ഗുഡ്സ്. ബേക്ക്ഡ് പ്രോഡക്ട്സിൻ്റെ അകത്താണ് എന്ത് യൂസ് ചെയ്യുന്നത്? പ്രൊപ്പിയോണിക് ആസിഡ് യൂസ് ചെയ്യുന്നത്. Then next question. Benzoic acid is most active in pH. Benzoic acid ഏത് pH-ലാണ് കൂടുതൽ നന്നായി വർക്ക് ചെയ്യുന്നത്? 5 to 6.5, 2.5 to 4, 6 to 7.5, 4.5 to 5.5. ഏത് റേഞ്ചിൻ്റെ അകത്താണ് കൂടുതൽ നന്നായിട്ട് ബെൻസോയിക് ആസിഡ് വർക്ക് ചെയ്യുന്നത്? ആസിഡാണ്, acidic range. Option B, 2.5 to 4. Then sodium benzoate is widely used in meat products, dairy products, acid foods like fruit juices and carbonated beverages, cereal products. Option C, acid foods like fruit juices and carbonated beverages. Then next question. Parabens are mainly effective against bacteria, molds and yeast, viruses, spores. ഏതിനെതിരെയാ പാരബെൻസ് കൂടുതൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നത്? ഓപ്ഷൻ ബി, molds and yeast. Next question. Parabens are typically used in food with a pH of 2 to 4, 5 to 6, 7 and above, below 3. ഓപ്ഷൻ സി, 7 and above. ആൽക്കലൈൻ റേഞ്ചിൻ്റെ അകത്താണ് പാരബെൻസ് മെയിൻലി വർക്ക് ചെയ്യുന്നത്. ഓപ്ഷൻ സി. Then next question. Epoxides are used to sterilize fresh fruits, spices and dry items, dairy products, fish. ഏതിൻ്റെ അകത്താണ് എപ്പോസൈഡ്സിനെ കുറിച്ച് പറഞ്ഞാൽ? നമ്മൾ കുറേ ക്ലിയർ ആയിട്ട് പറഞ്ഞ എപ്പോസൈഡ്സ് അത് ഭയങ്കര ഹൈ എഫക്റ്റീവ് ആയിട്ടാണ്, ഹൈലി പൊട്ടൻ്റ് ആണ്. സോ നമുക്ക് ഒന്നി അത് ഫ്ലഷ് ചെയ്ത് കളയും അല്ലെങ്കിൽ വാക്യൂറ്റ് ചെയ്ത് കളയും. അപ്പോൾ അത് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്ട്സ് ഏതൊക്കെയാണ്? സ്പൈസസ് ആൻഡ് ഡയറി ഡ്രൈ ഐറ്റംസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് എപ്പോസൈഡ്സ് ഈസ് ട്രൂ? എപ്പോസൈഡ്സിനെ കുറിച്ചൊരു ട്രൂ സ്റ്റേറ്റ്മെന്റാണ് ചോദിച്ചിരിക്കുന്നത്. ദേ ആർ എഫക്റ്റീവ് ഇൻ ലിക്വിഡ് ഫോം ഓൺലി. They destroy all forms of microorganisms including spores and viruses. They enhance the flavor of food. They are mainly used in dairy products. ഇതൊക്കെയാണ് effective in liquid form only ആണോ? അല്ല. They destroy all forms of, മെയിൻ ആയിട്ട് നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞതാണ് ഡ്രൈ ആയിട്ടും സ്പൈസസ് ആയിട്ട്, ഡ്രൈയിലും സ്പൈസസിലാത്താണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് റോങ്. They destroy all form of microorganisms. That's true. They enhance the flavor of food. Flavor ഒന്നും അധികം ഇൻക്രീസ് ചെയ്യുന്നില്ല. They are mainly used in dairy products. Wrong. Option B. Then next question. Niacin is an antibiotic used in food preservation to control the growth of fungi, spore-forming bacteria, viruses, yeast. ഏതിൻ്റെ അകത്താണ്? ഓപ്ഷൻ ബി, spore-forming bacteria. Next question. Pyramycin is used to inhibit the growth of bacteria in fish, fungi in cheese and sausages, molds in bread and yeast in fruit juices. ഏതാണ്? നോക്കി ചെയ്യണം. ഓപ്ഷൻ ബി, fungi in cheese and sausages. Then next question. Which of the following is true about use of antibiotics in
food preservation. All countries allow the use of antibiotics in food. Wrong. Their use can lead to the development of resistant strains. True. They enhance the flavor of food products. Antibiotics അങ്ങനെ ഫ്ലേവർ ഒന്നും കൊടുത്തില്ല. Antibiotics are widely used in fresh fruits. അങ്ങനൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഏതാണ് മോർ കറക്റ്റ് ആയിട്ടുള്ളത്? ഏതാണ്? ഓപ്ഷൻ ബി. Their use can lead to the development of resistant strains. Next question. Diethyl pyrocarbonate (DEPC) acts as a heat sterilization agent, cold sterilization agent, flavor enhancer, thickening agent. എന്താണ്? ഓപ്ഷൻ ബി. cold sterilization agent. Then next question. Diethyl pyrocarbonate is most commonly used in the preservation of pickles and sauces, fruit juices, wines and carbonated beverages, dairy products, baked goods. എന്താണ്? ഓപ്ഷൻ ബി. fruit juices, wines and carbonated beverages. Then next question. What is the major drawback of using DEPC in food preservation? It reduces the shelf life of food. No, അങ്ങനൊന്നുമില്ല. It forms urethane, a carcinogen, when reacting with ammonia. True. It increases sugar content. No. It is ineffective against bacteria. No. Option B. It forms urethane, a carcinogen, when reacting with ammonia. ഇത് കഴിഞ്ഞപ്പോഴാണ് ഒരു പോയിന്റ് റോപ്പിംഗ് ഉണ്ടാകുമ്പോഴത്തിന് ആ ഒരു സ്റ്റിക്കിനെസ് ഉണ്ടാകുമ്പം ആ ഒരു സ്പോയിലേജിനൊരു ഫ്രൂട്ടി സ്മെല്ലൊക്കെ ഉണ്ടാവാനായിട്ട് ബ്രെഡിന് ഫ്രൂട്ടി സ്മെൽ ഫോം ചെയ്യും, ആ ഒരു റോപ്പിനെസ് ഫോം ചെയ്യുന്ന കാരണം. Then next question, statement based question. Which of the following statements are incorrect? നമ്മളിപ്പോൾ സിമിലർലി അതിൻ്റെ സ്മാർട്ട് ഫോം കണ്ടു. ഓപ്ഷൻ 1, sodium chloride preserves food by reducing water activity and inhibiting microbial growth. That's true statement. Then sugar is an ineffective preservative because it cannot inhibit the growth of microorganisms. It's not an ineffective, it cannot, it can. So it's wrong statement. Then sulfur dioxide can leave an aftertaste and degrade vitamins B1 in preservative foods. That's true. So option 2 only, option B. Then next question. Which of the following statements are correct? Correct statement ആണ് നോക്കാം. Sodium nitrate is used in cured meats to inhibit growth of Clostridium and stabilize the color of meat. That's true. N-nitrosamines, which are harmful compounds, can form when nitrate cured meats are cooked. That's true. Then sorbic acid is highly effective against bacteria but ineffective against yeasts and molds. That's false. Ineffective against yeast and molds. False ആണ്. അപ്പം ട്രൂ ആയിട്ടുള്ള 1 and 2 ഓപ്ഷൻ എ. Then next question. Which of the following statements are incorrect? Acetic acid found in vinegar is commonly used in the preservation of pickled vegetables. True. Found in vinegar എന്ന് പറയാൻ പറ്റില്ല. അസിറ്റിക് വിനീഗർ എന്ന് പറയുന്നത് 4% അസിറ്റിക് ആസിഡ് ആണ്. ഇപ്പം 4 ml അസിറ്റിക് ആസിഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി 96 ml വാട്ടർ ആയിരിക്കും ആ ഒരു വോളിയം. Then propionic acid is most commonly used to preserve dairy products. Wrong. Then benzoic acid is more effective in preserving food with a higher pH level. Wrong. Benzoic acid ആണ് 2 to 4 വരുന്ന റേഞ്ചിനകത്താണ് അതിൻ്റെ ആക്ടിവിറ്റി. So that's also false. So 2 and 3 option C. Oh, option C ആണ് 2 and 3. ഈസി കാരണം കാണിക്കാൻ പറ്റില്ല, ഇത് മായ്ക്കാൻ ഭയങ്കര പാടാണ്. യെസ്. Then next question. Which of the following statements are correct? Parabens are used in food preservation to inhibit the growth of molds and yeast, especially in foods with a pH of 7 or above. True. Epoxides are used to sterilize
spices and other dried items as they can destroy all forms of microorganisms. That's also true. Niacin is an antibiotic used to control the growth of spore-forming bacteria in food preservation. That's also true. All of them are true. Next question, which of the following statements are correct? Piamarin is used to inhibit the growth of fungi in cheese and sauces. True. The use of antibiotics in food preservation is encouraged worldwide because it poses no risk of developing resistant strains. False. Diethyl pyrocarbonate is commonly used to preserve fruit juices and carbonated beverages but can form carcinogenic compounds when it reacts with ammonia. That's also true. So 1 and 3, option A. Thank you.